ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിലെ 5th യൂണിറ്റ് ആണ്. അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് എന്നാണ് കേട്ടോ ഈ യൂണിറ്റിൻ്റെ പേര്. ഇതിലുള്ള മുഴുവൻ ആക്ടിവിറ്റീസ് ഒക്കെയാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു കുട്ടിയും അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് അല്ലേ, സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി പറയുന്നത് നോക്കൂ, ഡാഡ്, വൈ ആർ സോ മെനി ഐറ്റംസ് മിക്സ്ഡ് ഇൻ ദിസ് സ്നാക്ക്? ഐ ഡോണ്ട് ലൈക്ക് സം ഓഫ് ദം അറ്റ് ഓൾ. അച്ഛാ, എന്തിനാണ് ഒരുപാട് സാധനങ്ങൾ നമ്മൾ കഴിക്കുന്ന ഈ സ്നാക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അതിൽ ചില കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഡാഡ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് സ്നാക്ക് that later gave its name, my dear. അപ്പോൾ ഈ സ്നാക്കിൻ്റെ ഈ പ്രത്യേകത കൊണ്ടാണ് ഈ സ്നാക്കിന് ഈ പേര് വന്നത്. എന്താണ്? ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്തത് കൊണ്ടാണ് അതിനെ മിക്സ്ചർ എന്നുള്ള പേര് ആ സ്നാക്കിന് വന്നത് അല്ലേ. You might have guessed what the boy is talking about. What are the different items in the snack? Examine the snack and find out the items in it. Discuss in groups and make a list. ഈ സ്നാക്കിൽ എന്തൊക്കെ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. 2 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഗ്രൗണ്ട് നട്ട്, ഫ്രൈഡ് ഗ്രാം, പൊരിക്കടലയും നിലക്കടലയും. പിന്നെ എന്തൊക്കെയാണ്? കറി ലീവ്സ് കാണാം, കറിവേപ്പില. ദെൻ നൂഡിൽസ് ഉണ്ട്. നൂഡിൽസ് എന്ന് വെച്ചാൽ നമ്മളുടെ സേവ് ഉണ്ടല്ലോ, അതുപോലെയുള്ള നൂഡിൽസ് പോലെയുള്ള സേവ് അത്. ഓക്കെ. പിന്നെ ബൂന്തി ഉണ്ട്. പിന്നെ അതുപോലെ എന്താണ്, സോൾട്ട് ഉണ്ട്, ചില്ലി പൗഡർ ഉണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ. We use a variety of items like this in our daily life. You already know many items that are used for preparing food. Haven't you noticed that new substances are produced by mixing different items in the fields of agriculture, etc.? Okay, agriculture, health, construction, etc. Observe the picture. You are familiar with these substances, aren't you? എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള കോമ്പണൻസ് മിക്സ് ചെയ്തിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഡെയിലി ലൈഫിൽ കാണാനായിട്ട് സാധിക്കാറുണ്ട് അല്ലേ. ലൈക്ക് അച്ചാർ, അതുപോലെ പിക്കിള്, പിന്നെ അതുപോലെ സാലഡ്, ഇനിയിപ്പോൾ ബിരിയാണി റൈസ് ആണെങ്കിൽ ബിരിയാണി, എല്ലാം എന്താണ്, ഒരുപാട് ഐറ്റംസ് മിക്സ് ചെയ്തിട്ടാണ് ഒരു ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സെയിം ക്വാണ്ടിറ്റിയിൽ, വേണ്ട ക്വാണ്ടിറ്റിയിലൊക്കെ എടുത്തിട്ട് അതിനനുസരിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താവും, അതൊരു പുതിയ ഐറ്റമായിട്ട് മാറും അല്ലേ. ഇനി ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളുടെ കൺസ്ട്രക്ഷൻ, ഹെൽത്ത്, അഗ്രികൾച്ചർ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളിലൊക്കെ ഇതുപോലെ മിക്സ് ചെയ്യാറുണ്ട്. കണ്ടോ മക്കളെ, നമ്മളുടെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നതൊക്കെ പല ഐറ്റംസ് വെച്ചിട്ടാണ്. വിച്ച് ആർ ദ സബ്സ്റ്റൻസസ് യൂസ്ഡ് ടു മേക്ക് കോൺക്രീറ്റ്? കോൺക്രീറ്റ് ഉണ്ടാക്കാനും എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? സിമെൻറ്റ്, സാൻഡ്, ദെൻ മെറ്റൽ, പിന്നെ വാട്ടർ, ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. വിച്ച് ആർ ദ ഹൗസ് ഹോൾഡ് ബയോ വേസ്റ്റ് യൂസ്ഡ് ടു മേക്ക് കമ്പോസ്റ്റ്? വീടുകളിലുള്ള എന്തൊക്കെ ബയോ വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് കമ്പോസ്റ്റ് നിർമ്മിക്കുന്നത്? വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ദെൻ റിമൈനിങ് ഫുഡ് ഐറ്റംസ്, ഇതെല്ലാം നമ്മൾ കമ്പോസ്റ്റിന് യൂസ് ചെയ്യുന്നുണ്ട്. Then what are the peculiarities of concrete, compost and mixture? Aren't they made by mixing more than one substance? Discuss. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള മിക്സ്ചറും കോൺക്രീറ്റും അതുപോലെ കമ്പോസ്റ്റും ഒക്കെ ഒന്നിലധികം സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളതാണല്ലേ. പിക്ചർ ഓഫ് 2 കോമൺ ഹോം മെയ്ഡ് ഡിഷസ് ആർ ഗിവൺ ബിലോ. ഒബ്സർവ് ദം. നമുക്ക് 2 ഹോം മെയ്ഡ് ആയിട്ടുള്ള ഡിഷസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സലാഡാണ്, രണ്ടാമത്തേത് പിക്കിളാണ്, മാംഗോ പിക്കിളാണ്. Which are the ingredients usually used in salad and mango pickle? മാംഗോ പിക്കിൾ ഉണ്ടാക്കാനും സാലഡ് ഉണ്ടാക്കാനും സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണ്? സാലഡിന് നമ്മൾ ഒനിയൻ, ദെൻ കേർഡ്, ക്യാരറ്റ്, ടൊമാറ്റോ, സോൾട്ട്, ഇതെല്ലാം യൂസ് ചെയ്യാറുണ്ടല്ലേ. അതുപോലെ മാംഗോ പിക്കിൾ ആണെങ്കിൽ മാംഗോ, സോൾട്ട്, പിക്കിൾ പൗഡർ, റെഡ് ചില്ലി പൗഡർ, ദെൻ മസ്റ്റാർഡ്, നമ്മളുടെ കടുകുണ്ടല്ലോ മസ്റ്റാർഡ്, പിന്നെ അതുപോലെ കറി ലീവ്സ്, ഇതെല്ലാം വിനെഗർ, ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. Aren't the ingredients and their quantity important in making food items, food delicious? അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ അതിൻ്റേതായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ, അളവിൽ ചേർത്തെങ്കിൽ മാത്രമേ ഫുഡ് ഡെലീഷ്യസ് ആവുള്ളൂ, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഉപ്പ്, സോൾട്ട് കൂടുതലൊക്കെ ഇട്ടാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുമോ? ഇല്ല അല്ല. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്യുന്നതിനും എന്താ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഷർമെൻറ്റ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് പ്രിപ്പയർ എ സാലഡ്. നമുക്കിനി ഒരു സാലഡ് പ്രിപ്പയർ ചെയ്യാം. Shall we prepare a delicious salad in the class? What are the ingredients required to prepare a salad? Discuss in groups and prepare a list. നിങ്ങളുടെ സ്കൂളിലൊരു സാലഡ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഗ്രൂപ്പുകളായിട്ട് ഓരോ ഗ്രൂപ്പുകൾ, അങ്ങനെയാണെങ്കിൽ സാലഡിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്? ഒനിയൻ വേണം, ടൊമാറ്റോ വേണം, സോൾട്ട് വേണം, പിന്നെ കേർഡ് വേണം, ദെൻ ക്യാരറ്റ് വേണം, ക്യാബേജ്, ഇതെല്ലാം നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. Now let's start making the salad. Each group can take the necessary ingredients, make the salad and share it in the class.
Each group should write the recipe of the salad and that they have prepared. Present it in the class. ഇനി നിങ്ങൾ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് സാലഡ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളൊന്ന് ഓരോ ഗ്രൂപ്പിനും ഷെയർ ഒക്കെ ചെയ്തിട്ട് അസസ്മെൻറ്റ് ചെയ്യുക. എങ്ങനെയാണ്, ആരുടെയാണ് നല്ല ടേസ്റ്റ്, അതിൽ എന്തൊക്കെയോ ക്വാണ്ടിറ്റീസ്, എന്തൊക്കെ ഐറ്റംസ് എത്ര ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. You have prepared the salad by mixing different substances in different ways. The food we eat daily is made up of many such substances. List out more examples. Discuss on how to prepare a mango pickle. Write the recipe and present it in the class. അപ്പോൾ നിങ്ങൾ ഈ സാലഡ് ഉണ്ടാക്കിയിട്ടുള്ളത് വ്യത്യസ്ത ഐറ്റംസ് വെച്ചിട്ടാണ്, അതും വ്യത്യസ്ത മെഷർമെൻറ്റിൽ അല്ലേ, അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങളോട് മാംഗോ പിക്കിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എഴുതാനും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിളാണല്ലേ, നമുക്കറിയാം. നിങ്ങൾ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുക. ആദ്യം എണ്ണയിൽ കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇടുക. പിന്നെ അതിലേക്ക് മാങ്ങയാണോ നാരങ്ങയാണോ എന്താണോ നിങ്ങൾക്ക് അച്ചാർ ഇടേണ്ടത് അത് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ അതിലേക്കുള്ള അച്ചാർ പൊടിയും പിന്നെ പിക്കിൾ പൗഡറും പിന്നെ അതുപോലെ നമ്മളുടെ റെഡ് ചില്ലി പൗഡറും അങ്ങനെയുള്ള സോൾട്ടും എല്ലാം കൂടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അവസാനം സ്റ്റൗ ഓഫ് ചെയ്യാൻ സമയം കുറച്ച് വിനെഗറും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക. You have understood that concrete, compost, mixture, salad and mango pickle have more than one component. All these are mixtures. Similarly, there are many substances around us that are composed of more than one component. Find them and identify their components. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കോൺക്രീറ്റും കമ്പോസ്റ്റും മിക്സ്ചറും അച്ചാറ് പിക്കിളും ഒക്കെ എന്താണ്, ഒന്നിലധികം കോമ്പണൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാം മിക്സ്ചേഴ്സാണ്. എന്താണ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ? മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഒന്നിലധികം സബ്സ്റ്റൻസസിൻ്റെ കോമ്പിനേഷനാണ്, അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ മിക്സ്ചർ എന്ന് പറയുക. ലെറ്റ്സ് മേക്ക് മിക്സ്ചേഴ്സ്. ടേക്ക് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഫ്രം ദ സയൻസ് കിറ്റ്. ഹൗ മെനി മിക്സ്ചേഴ്സ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദം. നിങ്ങളുടെ സയൻസ് കിറ്റിൽ നിന്ന് താഴെ പറയുന്ന ഐറ്റംസ് ഒക്കെ എടുക്കുക. ആ ഐറ്റംസ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മിക്സ്ചേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. വേണ്ട മെറ്റീരിയൽസ് റിക്വയർഡ്: വാട്ടർ, സോൾട്ട്, ഷുഗർ, ചോക്ക് പൗഡർ, ലെമൺ, ബ്ലൂ വിട്രിയോൾ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, അയൺ പൗഡർ, റവ, ഗ്രീൻ ഗ്രാം, ബംഗാൾ ഗ്രാം, പാഡി, ട്രാൻസ്പെറൻറ്റ് വെസൽസ്, ഗ്ലാസ് ടംബ്ലേഴ്സ്, സ്മോൾ വെസൽസ് ആൻഡ് സ്പൂൺസ്. Prepare different mixtures and display them in suitable containers. Name them appropriately. Tabulate the name of the mixtures made by each group and their components. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മിക്സ്ചേഴ്സ് ഓരോ ബൗളിൽ കാണാൻ പാകത്തിൽ ഉണ്ടാക്കി വെക്കുക. അതിന് നിങ്ങൾക്കൊരു പേരും കൊടുക്കാം. എന്നിട്ട് ഓരോ ഐറ്റംസ് എന്താണ് അതിന് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത കോമ്പണൻസ് എന്തൊക്കെയാണ് അത് നിങ്ങൾ താഴെ തന്നിട്ടുള്ള ഈ ടേബിളിൽ എഴുതി കൊടുക്കുക. ഇപ്പോൾ ടേബിളിലുള്ളത് മിക്സ്ചർ പ്രിപ്പയർഡ്, നമ്മൾ ഉണ്ടാക്കിയ മിക്സ്ചർ ഏതാണ്, അതിന് യൂസ് ചെയ്ത കോമ്പണൻസ് ഏതൊക്കെയാണ്. ഫസ്റ്റ് മിക്സ്ചർ ലൈം ജ്യൂസ് ആണ്. അതിന് വേണ്ട കോമ്പണൻസ് ലെമൺ ജ്യൂസ്, ദെൻ ഷുഗർ അല്ലെങ്കിൽ സാൾട്ട്, വാട്ടർ. പിന്നെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ, അതിന് വേണ്ടത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, വാട്ടർ. പാഡി റവ മിക്സ്ചർ, അതിന് വേണ്ടത് റൈസ്, റവ. നെക്സ്റ്റ് അയൺ പൗഡർ സോൾട്ട് മിക്സ്ചർ, അതിന് വേണ്ട കോമ്പണൻസ് അയൺ പൗഡറും സോൾട്ടും. ദെൻ ബംഗാൾ ഗ്രാം ഗ്രീൻ ഗ്രാം മിക്സ്ചർ, വേണ്ടത് ഗ്രീൻ ഗ്രാമും ബംഗാൾ ഗ്രാമുമാണ്. ORS സൊല്യൂഷൻ വേണ്ടത് ഷുഗർ, സോൾട്ട്, വാട്ടർ. അവസാനത്തേത് ചോക്ക് പൗഡർ മിക്സ്ചറാണ്, അതിന് വേണ്ടത് ചോക്ക് പൗഡറും വാട്ടറും. To all the ingredients in the mixtures you have prepared belong to the same state or matter. നിങ്ങൾ ഉണ്ടാക്കിയ ഈ മിക്സ്ചറിലെ എല്ലാ കോമ്പണൻസും സെയിം സ്റ്റേറ്റ് ആണോ അല്ലെങ്കിൽ സെയിം മാറ്റർ ആണോ, അതായത് എല്ലാം ലിക്വിഡ് അല്ലെങ്കിൽ എല്ലാം സോളിഡ് അല്ലെങ്കിൽ ഫുൾ ഗേഷ്യസ് സ്റ്റേറ്റ് അങ്ങനെയാണോ? അല്ലേ. നോ, സം മിക്സ്ചേഴ്സ് ആർ ഓഫ് ദ സെയിം സ്റ്റേറ്റ്, സം ആർ നോട്ട്. ചിലത് സെയിം സ്റ്റേറ്റ് ആണ്, ചിലത് ഡിഫറെൻ്റ് ആണ്. വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് ഇൻ വിച്ച് എ സോളിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്. ഒരു ലിക്വിഡിൽ സോളിഡ് ഡിസോൾവ് ആയ മിക്സ്ചേഴ്സ് തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ്? ലൈം ജ്യൂസ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ, ORS സൊല്യൂഷൻ, ബ്ലൂ വിട്രിയോൾ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, ഇതൊക്കെയാണ് അല്ലേ. ആർ ദർ എനി മിക്സ്ചേഴ്സ് ഓഫ് 2 സോളിഡ്സ്? 2 സോളിഡ്സ് ചേർന്ന മിക്സ്ചേഴ്സ് ഉണ്ടോ? യെസ്, ഉണ്ട്. Which are the mixtures with more than one solid dissolved in a liquid? ഒന്നിലധികം സോളിഡ്സ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ആയ മിക്സ്ചേഴ്സിന് എക്സാമ്പിളിൽ നമുക്ക് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ORS സൊല്യൂഷൻ ഉണ്ട്, ബ്ലൂ വിട്രിയോൾ സൊല്യൂഷൻ ഉണ്ട്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ഉണ്ട്. മിക്സ്ചേഴ്സ് വിത്ത് സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. ഇനി സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്ത മിക്സ്ചേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സോൾട്ട് വാട്ടർ, ഷുഗർ സൊല്യൂഷൻ, ORS സൊല്യൂഷൻ, ബ്ലൂ വിട്രിയോൾ സൊല്യൂഷൻ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ. മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സ്, അതായത് 2 സോളിഡ്സ് കൊണ്ടുള്ള മിക്സ്ചേഴ്സിന് എക്സാമ്പിൾസ് ആണ് റവ മിക്സ്ഡ് വിത്ത് സോൾട്ട്, പാഡി റവ മിക്സ്ചർ, അയൺ പൗഡർ സോൾട്ട് മിക്സ്ചർ,
Bengal gram, green gram mixture. Mixtures with more than one solid dissolved in liquid. ഒരു ലിക്വിഡിൽ ഒന്നിലധികം സോളിഡ്സ് ഡിസോൾവ് ആയതിന് എക്സാമ്പിൾസ് ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് സോൾട്ട് ഡിസോൾവ് ഇൻ വാട്ടർ, ORS solution, low withdrawal potassium permanganate solution. Now, let's find out more about mixtures. Mixtures in which all components are visible, mixtures in which all components are not visible. ഇനി മിക്സ്ചേഴ്സിൽ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എന്താണ് മിക്സ്ചേഴ്സ്, എങ്ങനെയുള്ള മിക്സ്ചേഴ്സ്? കോമ്പണൻസ് വിസിബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് കോമ്പണൻസ് അതിൽ എന്തൊക്കെ കോമ്പണൻസ് ഉണ്ടെന്ന് കാണാനായിട്ട് പറ്റുന്ന മിക്സ്ചേഴ്സ്. പിന്നെ ഒന്ന് കോമ്പണൻസ് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റാത്ത മിക്സ്ചേഴ്സ്. ഇത് നമുക്ക് ടാബുലേറ്റ് ചെയ്യാം. നോക്കൂ, മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കോമ്പണൻസ് ആർ വിസിബിൾ. എല്ലാ കോമ്പണൻസും നമുക്ക് കാണാൻ പറ്റുന്ന മിക്സ്ചേഴ്സിന് എക്സാമ്പിൾസ് ആണ് ചോക്ക് പൗഡർ ഇൻ വാട്ടർ, പാഡി റവ മിക്സ്ചർ, അയൺ പൗഡർ സോൾട്ട് മിക്സ്ചർ, ബംഗാൾ ഗ്രാം, ഗ്രീൻ ഗ്രാം മിക്സ്ചർ. ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കോമ്പണൻസ് ആർ നോട്ട് വിസിബിൾ. എല്ലാ കോമ്പണൻസും ശരിക്കും കാണാൻ പറ്റാത്ത മിക്സ്ചേഴ്സിന് എക്സാമ്പിളാണ് സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, ലൈം ജ്യൂസ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ, ORS സൊല്യൂഷൻ, ബ്ലൂ വിട്രോൾ സൊല്യൂഷൻ ഒക്കെ കേട്ടോ. ഇതിൽ നമുക്ക് സോൾട്ടും ഷുഗറും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒന്നും എന്താണ് ഫുള്ളായിട്ട് അതിൽ ഡിസോൾവ് ആവുന്നതുകൊണ്ട് ആ കോമ്പണൻ്റ് അതിൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. You have prepared many mixtures, haven't you? In which of these mixtures is one substance dissolved in another one? You have learned that such mixtures are solutions. You know that solutions are formed by dissolving a solute in a solvent. Find more examples for solutions, tabulate them and present it in the class. Discuss their components. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത മിക്സ്ചേഴ്സിലൊക്കെ എന്താണ് ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ആയിട്ട് ഒരു സൊല്യൂഷൻ ആയിട്ട് കിട്ടിയിട്ടുള്ള മിക്സ്ചേഴ്സ് ആണ് അല്ലേ. അപ്പോൾ സൊല്യൂട്ട് എന്താണ്, സോൾവെൻറ്റ് എന്താണ്, സൊല്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മറന്നുപോയ മക്കൾക്ക് വേണ്ടിയിട്ട് പറയാം. സൊല്യൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് സബ്സ്റ്റൻസ് ആണോ ഡിസോൾവ് ചെയ്യുന്നത് അതാണ് സൊല്യൂട്ട്. സോൾവെൻ്റ് എന്ന് വെച്ചാൽ ഏതിലാണോ നമ്മൾ ഡിസോൾവ് ചെയ്യിക്കുന്നത് അതാണ് സോൾവെൻറ്റ്. സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ ചേർന്ന് നമുക്ക് കിട്ടുന്നതാണ് എന്ത്, സൊല്യൂഷൻ. നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ പല തരത്തിലുള്ള സൊല്യൂഷൻസ് ആണ് എഴുതി കൊടുക്കേണ്ടത്. അതായത് ഒന്നാമത്തേതിൽ സോളിഡും ലിക്വിഡും ചേർന്ന സൊല്യൂഷന്, ദെൻ ലിക്വിഡ് സൊല്യൂഷൻ, ദെൻ ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ, ദെൻ ഗ്യാസ് സൊല്യൂഷൻ. സോളിഡ് ലിക്വിഡ് സൊല്യൂഷന് എക്സാമ്പിൾസ് ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ, ബ്ലൂ വിട്രോൾ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ തുടങ്ങിയവ. ലിക്വിഡ് സൊല്യൂഷൻ എക്സാമ്പിൾസ് ആണ് വിനെഗർ, ആൽക്കഹോൾ ആൻഡ് വാട്ടർ, ഗ്ലിസറിൻ ആൻഡ് വാട്ടർ, പെട്രോൾ ആൻഡ് കെറോസിൻ തുടങ്ങിയിട്ടുള്ളവ. ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് സോഡ വാട്ടർ, ഓക്സിജൻ ആൻഡ് വാട്ടർ, അമോണിയ ഗ്യാസ് ഇൻ വാട്ടർ, ഇതൊക്കെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ഗ്യാസ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് എയർ, നാച്ചുറൽ ഗ്യാസ്, ഹീലിയം നിയോൺ ഗ്യാസ് തുടങ്ങിയിട്ടുള്ളവ. Wouldn't you like to know more about different types of solutions? Diversity in solutions. There are solutions formed by dissolving a gas in a solid and a solid in another solid. നമ്മുടെ ചുറ്റിലും ഒരു ഗ്യാസ് സോളിഡിൽ ഡിസോൾവ് ചെയ്തത്, പിന്നെ അതുപോലെ സോളിഡിൽ ഡിസോൾവ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. The solution of palladium and hydrogen gas is a solid gas solution. സോളിഡ് ഗ്യാസ് സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ ആണ് പലേഡിയവും ഹൈഡ്രജനും കൂടെ ചേർന്നിട്ടുള്ള സൊല്യൂഷൻ. അലോയ്സ് such as gold, brass and bronze used for making jewelry are solutions formed by dissolving solid in another solid. അതുപോലെ നമ്മുടെ ജുവല്ലറി ഐറ്റംസ് ആയിട്ടുള്ള ഗോൾഡ്, ബ്രാസ്, ബ്രോൺസ് ഒക്കെ, വെങ്കലമൊക്കെ എന്താണ് ഒരു സോളിഡ് മറ്റൊരു സോളിഡിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. ഹാവിൻ യു ഹേർഡ് ഓഫ് 916 ഗോൾഡ്? നിങ്ങൾ 916 ഗോൾഡ് എന്ന് കേട്ടിട്ടുണ്ടോ മക്കളെ? When 1000 grams of gold is made by making 916 gram of gold and 84 grams of other metals, that means silver and copper, it is called 916 gold. ഒരു 1000 ഗ്രാം ഗോൾഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ 916 ഗ്രാം എന്തായിരിക്കും? ഗോൾഡും, പ്യൂർ ഗോൾഡും, 84 ഗ്രാംസ് ബാക്കിയുള്ള 84 ഗ്രാംസ് മറ്റ് മെറ്റൽസും ആയിരിക്കും. അതുകൊണ്ടാണ് ആ ഗോൾഡിനെ അല്ലെങ്കിൽ ആ ജ്വല്ലറിയെ 916 ഗോൾഡ് എന്ന് വിളിക്കുന്നത്. This is also a solid in solid solution. ഇതും എന്താണ്? ഒരു സോളിഡ് സൊല്യൂഷന് എക്സാമ്പിൾ ആണ്. Have prepared different types of mixtures. Take equal quantities of water in glasses of same size. Prepare the following and observe. നമ്മൾ ഇനി കുറച്ച് മിക്സ്ചേഴ്സ് പ്രിപ്പയർ ചെയ്യണം. അതിന് ആദ്യം സെയിം സൈസ് ഓഫ് ഗ്ലാസ് എടുക്കണം. ഒരേ വലുപ്പത്തിലുള്ള 3 ഗ്ലാസ്സുകൾ എടുക്കുക. അതിലെ മിക്സ്ചർ 1 എന്താണ്? വാട്ടർ വിത്ത് ഷുഗർ ഡിസോൾവ് ഇൻ ഇറ്റ്. വെള്ളത്തിൽ ഷുഗർ ഡിസോൾവ് ചെയ്തത്. മിക്സ്ചർ 2 സാൾട്ട് സൊല്യൂഷൻ. ദെൻ മിക്സ്ചർ 3 വാട്ടർ മിക്സഡ് വിത്ത് ചോക്ക് പൗഡർ വാട്ടറിൽ മിക്സ് ചെയ്തത്.
എക്സാമിൻ ദ മിക്സ്ചേഴ്സ് യു ഹാവ് പ്രിപ്പയർഡ് ആൻഡ് ഡിസ്കസ് ദ ഫോളോയിങ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ മിക്സ്ചേഴ്സ് ഒക്കെ ഒന്ന് പരിശോധിക്കുക, എന്നിട്ട് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ആർ ദീസ് മിക്സ്ചേഴ്സ് അലൈക്ക്? എല്ലാ മിക്സ്ചേഴ്സും ഒരുപോലെയാണോ? നോ. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഷുഗർ സൊല്യൂഷൻ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ? ഷുഗർ സൊല്യൂഷനും സോൾട്ട് സൊല്യൂഷനും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? രണ്ടിനും ഉള്ള കോമൺ ആയിട്ടുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? ബോത്ത് ആർ ക്ലിയർ സൊല്യൂഷൻസ്. ഷുഗർ ആൻഡ് സോൾട്ട് ഡിസോൾവ് completely in water. The particles will not settle at the bottom after some time. ഷുഗറും സോൾട്ടും രണ്ടിൻ്റെ സൊല്യൂഷൻ എന്താണ്? ക്ലിയർ സൊല്യൂഷൻ ആണ്. നമ്മുടെ പ്യുവർ വാട്ടർ പോലെ തന്നെയാണ് കാണാനുള്ളത്. ഷുഗറും സോൾട്ടും എന്താണ്? മുഴുവനായിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിലുള്ള പാർട്ടിക്കിൾസ് എന്താണ്? താഴെ അടിഞ്ഞുകൂടുന്നില്ല. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് പൗഡർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ? ചോക്ക് പൗഡർ വെള്ളത്തിൽ കലക്കിയതും സോൾട്ട് സൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? In salt solution, salt dissolves completely, but in water mixed with chalk powder does not dissolve completely. The chalk powder settles at the bottom after some time, but in salt solution, salt never settle down. Salt solution complete ആയിട്ട് സോൾട്ട് വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നുണ്ട്, പക്ഷേ ചോക്ക് പൗഡർ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവുന്നില്ല. അത് വാട്ടറിൻ്റെ താഴെയായിട്ട്, ഗ്ലാസിൻ്റെ താഴെ അടിഞ്ഞു കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, സെറ്റിൽ ആവുന്നത് കാണാനായിട്ട് സാധിക്കും. പക്ഷേ സോൾട്ട് സൊല്യൂഷനുള്ള ഉപ്പ് താഴെ സെറ്റിൽ ആവുന്നുണ്ടോ? ഇല്ല, ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവുന്നുണ്ട്. ലെറ്റ്സ് ഡു വൺ മോർ എക്സ്പെരിമെൻറ്റ്. Take the sugar solution you have prepared earlier. Take the same amount of water and sugar in a similar glass and keep it unstirred. Using a straw, carefully taste from different parts of the water with dissolved sugar and the unstirred mixture of sugar and water. Record the differences in taste in the table below. നമുക്കിനി ഇതുപോലെ മറ്റൊരു എക്സ്പെരിമെൻറ്റ് കൂടെ ചെയ്യാം. നമ്മൾ നേരത്തെ ഒരു ഷുഗർ സൊല്യൂഷൻ ഒരു ഗ്ലാസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെ അതേ സെയിം ഗ്ലാസ്, അതുപോലെ തന്നെയുള്ളൊരു ഗ്ലാസ് എടുക്കുക, സെയിം എമൗണ്ട് ഓഫ് വാട്ടർ എടുക്കുക, അതിൽ സെയിം എമൗണ്ട് ഓഫ് ഷുഗർ നിങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യരുത്? ഇളക്കി കൊടുക്കരുത്, അൺസ്റ്റിർഡ് ആക്കി വെക്കണം, അതായത് ഇളക്കാതെ വെക്കണം. എന്നിട്ട് ഈ രണ്ട് ഗ്ലാസ്സും എന്ത് ചെയ്യുക? ഓരോ സ്ട്രോ ഉപയോഗിച്ച് ഇതിലെ വാട്ടർ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആദ്യം മുകളിലെ ഭാഗം, പിന്നെ നടുവിലുള്ള ഭാഗം, പിന്നെ ഏറ്റവും താഴെയുള്ള ഭാഗം, അങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിലുള്ള ഡിഫറൻസ് എന്താണെന്ന് താഴെ തന്നിട്ടുള്ള ടേബിളിൽ എഴുതി കൊടുക്കുക. നമുക്ക് തന്നിട്ടുള്ള ടേബിൾ ഇതാണ്. ഇതിൽ മിക്സ്ചർ ഏതാണ്, അതുപോലെ ഓരോ പാർട്ടിലുള്ള ടേസ്റ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് എഴുതണം. ആദ്യത്തെ മിക്സ്ചർ വാട്ടർ വിത്ത് ഡിസോൾവ്ഡ് ഷുഗർ. ഷുഗർ മുഴുവനായിട്ടും ലയിച്ച് ചേർന്നിട്ടുള്ള, വാട്ടറിൽ മുഴുവനായിട്ടും ഡിസോൾവ് ചെയ്തിട്ടുള്ള ഗ്ലാസ്സിലേത് നമുക്ക് നോക്കാം. അത് ടോപ്പിൽ ഏറ്റവും മുകളിലത്തെ ഭാഗം സ്വീറ്റ് ആയിരിക്കും, മിഡിലും സ്വീറ്റ് ആണ്, ബോട്ടം ഏറ്റവും താഴെയും സ്വീറ്റ് ആണ്. ഇനി വാട്ടർ വിത്ത് അൺസ്റ്റിർഡ് ഷുഗർ, നമ്മൾ ഇളക്കാതെ വെച്ചിരിക്കുന്ന ഷുഗറിൻ്റെ ഗ്ലാസ്സിൽ ടോപ്പ് പാർട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നോ ഷുഗർ, അവിടെ നോട്ട് സ്വീറ്റ്, അവിടെ മധുരം ഉണ്ടായിരിക്കില്ല. മിഡിൽ പാർട്ട് സ്ലൈറ്റ്ലി സ്വീറ്റ്, ചെറുതായിട്ടൊരു നേരിയൊരു മധുരം ഉണ്ടായിരിക്കും. ബോട്ടം പാർട്ടിൽ വെരി സ്വീറ്റ്, നല്ല മധുരം ഉണ്ടായിരിക്കും. ഈസ് ദ സ്വീറ്റ്നെസ് ദ സെയിം എവ്രിവർ ഇൻ ദ വെൽ സ്റ്റിർഡ് ഷുഗർ സൊല്യൂഷൻ? നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ഷുഗർ സൊല്യൂഷനിൽ എല്ലാ പാർട്ടിലും മധുരം ഒരുപോലെയാണോ? യെസ്, ദ സ്വീറ്റ്നെസ് ഈസ് സെയിം എവ്രിവർ, എല്ലായിടത്തും മധുരം ഒരുപോലെയാണ്. What about the taste of the solution taken from different parts of the unstirred sugar solution? ഇളക്കാതെ വെച്ചിരിക്കുന്ന ഷുഗർ സൊല്യൂഷനിൽ ഓരോ പാർട്ടിലുള്ള ഷുഗറിൻ്റെ ടേസ്റ്റിന് എന്താണ് മാറ്റമുള്ളത്? ദ സ്വീറ്റ്നെസ് വേരീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ അൺസ്റ്റിർഡ് ഷുഗർ സൊല്യൂഷൻ. ഓരോ പാർട്ടിലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ സ്വീറ്റ്നെസ്സിന് മാറ്റമുണ്ട്. Are the components the same in both? Yet, what would be the reason for the difference in the taste? രണ്ട് ഗ്ലാസ്സിലെയും നമ്മൾ എടുത്തിരിക്കുന്ന കോമ്പണൻസ് ഒക്കെ സെയിം ആണ്, വാട്ടറും ഷുഗറും അല്ലേ എടുത്തിരിക്കുന്നത്. എന്നിട്ടും അതിൻ്റെ ടേസ്റ്റിന് മാറ്റം വരാൻ കാരണം എന്താണ്? ബോത്ത് മിക്സ്ചേഴ്സ് കണ്ടെയ്ൻ ദ സെയിം കോമ്പണൻസ്. ഞാനിവിടെ ആൻസർ താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ബോത്ത് മിക്സ്ചേഴ്സ് ആർ കണ്ടെയ്ൻ ദ സെയിം കോമ്പണൻസ്, രണ്ടിലും സെയിം കോമ്പണൻസ് ആണുള്ളത്. In the well-stirred solution, the sweetness is uniform throughout because the sugar has completely dissolved and spread evenly in the water. ആദ്യത്തേത് നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുള്ള നല്ലതുപോലെ നമ്മൾ സ്റ്റിർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഗ്ലാസ്സിലെ ഷുഗർ സൊല്യൂഷനിൽ എന്താണ്? നല്ലതുപോലെ ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷുഗറിൻ്റെ ടേസ്റ്റ്, സ്വീറ്റ് എല്ലായിടത്തും ഒരുപോലെ തോന്നുന്നത്. In the unstirred solution, the distribution of sugar at different parts varies. The sugar remains mostly at the bottom. ഇനി അൺസ്റ്റിർഡ് ആയിട്ടുള്ള ഷുഗർ സൊല്യൂഷൻ, അതായത് നമ്മൾ ഇളക്കാതെ വെച്ചിരിക്കുന്ന ഷുഗർ സൊല്യൂഷൻ്റെ ഗ്ലാസ്സിൽ എന്താണ്? ഡിസോൾവ് ആയിട്ടില്ല, ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് വാട്ടറിൽ ഡിസോൾവ് ആയിട്ടില്ല, അത് താഴെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് താഴെയുള്ള പാർട്ടിൽ നല്ല സ്വീറ്റ്നെസ്സും മുകളിലേക്കൊന്നും സ്വീറ്റ്നെസ് എത്താത്തതും. അനലൈസ് ദ ടേബിൾ ആൻഡ് റെക്കോർഡ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി. നമ്മൾ അത് എഴുതി കഴിഞ്ഞു.
The solutions with dissolved sugar is homogeneous mixture and the water without undissolved sugar is a heterogeneous mixture. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ് ഹോമോജീനസ് മിക്സ്ചർ, എന്താണ് ഹെട്രോജീനസ് മിക്സ്ചർ. ഒരു സബ്സ്റ്റൻസ് വാട്ടറിൽ അല്ലെങ്കിൽ സോൾവെൻറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്, അതിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാ പാർട്ടിലും ഒരേപോലെ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഹോമോജീനസ് മിക്സ്ചറാണ്. ഹോമോ എന്ന് വെച്ചാൽ ഒന്ന് എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലായിടത്തും ഒരേ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇനി ഒരു മിക്സ്ചറിൻ്റെ സബ്സ്റ്റൻസ് പല പാർട്ടിലും പല രീതിക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അപ്പോൾ എന്താണ്, പല പല ഉണ്ട്. ഹെട്രോ എന്ന് വെച്ചാൽ ഒന്നിലധികം. അപ്പോൾ ഒന്നിലധികം ക്യാരക്ടറിസ്റ്റിക്സ് അതിന് പല ഭാഗത്തുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെ നമ്മൾ ഹെറ്ററോജിനസ് മിക്സ്ചർ എന്നാണ് പറയുക. എന്താണ് ഹോമോജീനസ് മിക്സ്ചർ, എന്താണ് ഹെട്രോജിനസ് മിക്സ്ചർ എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ദ മിക്സ്ചർ ദാറ്റ് ഷോസ് ദ സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ഓൾ ഇറ്റ്സ് പാർട്സ് ഈസ് കോൾഡ് എ ഹോമോജീനസ് മിക്സ്ചർ. ദ മിക്സ്ചർ ദാറ്റ് ഷോസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഈസ് കോൾഡ് ഹെട്രോജിനസ് മിക്സ്ചർ. ഒരു മിക്സ്ചർ അതിൻ്റെ എല്ലാ സ്ഥലത്തും സെയിം പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നതെങ്കിൽ അത് ഹോമോജീനസ് മിക്സ്ചറും, ഡിഫറെൻറ്റ് പാർട്സിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് ഹെറ്ററോജീനസ് മിക്സ്ചറുമാണ്. Examine the following issues based on the concept you have understood. Are the mixtures with dissolved salt and that with undissolved salt the same? How are they different? ഡിസോൾവ് ആയിട്ടുള്ള സാൾട്ട് ആണെങ്കിലും അൺഡിസോൾവ് ആയിട്ട് മുഴുവനായിട്ട് ലയിക്കാത്ത സാൾട്ടിനും സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കുമോ, അതെങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. നോ, ദ മിക്സ്ചർ വിത്ത് ഡിസോൾവ്ഡ് സാൾട്ട് ഈസ് ഹോമോജീനസ് ആൻഡ് ദ മിക്സ്ചർ വിത്ത് അൺഡിസോൾവ്ഡ് സാൾട്ട് ഈസ് ഹെറ്ററോജിനസ്. മുഴുവനായിട്ട് ഡിസോൾവ് ചെയ്ത സാൾട്ട് സൊല്യൂഷൻ ഹോമോജിനസും മുഴുവനായിട്ട് ഡിസോൾവ് ചെയ്യാത്ത സാൾട്ട് സൊല്യൂഷൻ ഹെറ്ററോജിനസുമാണ്. ക്വസ്റ്റ്യൻ 2, ഇസ് ദ മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ ഹോമോജിനസ് ഓർ ഹെറ്ററോജിനസ്? വൈ? ചോക്ക് പൗഡറിൻ്റെ മിക്സ്ചർ ഹോമോജിനസ് ആണോ ഹെറ്ററോജിനസ് ആണോ? എന്തുകൊണ്ടാണ്? ഹെറ്ററോജിനസ് ആണ്. ബിക്കോസ് ദ ചോക്ക് പൗഡർ ഈസ് നോട്ട് യൂണിഫോംലി മിക്സഡ്. കാരണം എന്താണ്, ചോക്ക് പൗഡർ എല്ലായിടത്തും കറക്റ്റായിട്ട് മിക്സ് ആയിട്ടില്ല. നമുക്ക് ബോട്ടം പാർട്ടിൽ അടിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് അതൊരു ഹെറ്ററോജിനസ് മിക്സ്ചറാണ്. ക്വസ്റ്റ്യൻ 3, ആർ കോമ്പോസ്റ്റ് കോൺക്രീറ്റ് മിക്സ് ആൻഡ് എഡിബിൾ മിക്സ്ചർ ഹോമോജിനസ് ഓർ ഹെറ്ററോജിനസ്? വൈ? ഡിസ്കസ് റെക്കോർഡ് ദം ഇൻ യുവർ സയൻസ് ഡയറി. ഇനി കമ്പോസ്റ്റും കോൺക്രീറ്റ് മിക്സും അതുപോലെ നമ്മൾ കഴിക്കുന്ന മിക്സ്ചറൊക്കെ ഹോമോജിനസ് ആണോ ഹെറ്ററോജിനസ് ആണോ? ദോസ് ആർ heterogeneous. The component in the compost concrete mix and the edible mixture are not uniformly distributed everywhere. They show different properties at different parts. അവയുടെ പ്രോപ്പർട്ടീസ് എന്താണ്? ഡിഫറെൻറ്റ് പാർട്സിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. അവ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയിട്ടില്ല. അതുകൊണ്ട് എന്താണ്, അതും ഹെറ്ററോജിനസ് ആണ്. Classify the mixtures you have prepared so far into homogeneous mixtures and heterogeneous mixtures and write them in the table below. ഇനി നമുക്ക് താഴെ ഹോമോജിനസ് മിക്സ്ചർ, ഹെറ്ററോജിനസ് മിക്സ്ചർ എന്നുള്ള ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ആദ്യം ഹോമോജിനസ് മിക്സ്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലൈം ജ്യൂസ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, വിനെഗർ, എയർ, സ്റ്റീൽ, ഗ്ലാസ്, 916 ഗോൾഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ORS സൊല്യൂഷൻ, ആൽക്കഹോൾ വാട്ടർ സൊല്യൂഷൻ, സീ വാട്ടർ, ഇതെല്ലാം ഹോമോജിനസ് ആണ്. ഇനി ഹെറ്ററോജിനസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ചോക്ക് പൗഡർ സൊല്യൂഷൻ, ബംഗാൾ ഗ്രാം ഗ്രീൻ ഗ്രാം മിക്സ്ചേഴ്സ്, പാഡി റവ മിക്സ്ചർ, അയൺ പൗഡർ സോൾട്ട് മിക്സ്ചർ, കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, സാലഡ്, മഡി വാട്ടർ, വെജിറ്റബിൾ സൂപ്പ്, പിക്കിൾസ്, ഇതെല്ലാം ഹെറ്ററോജിനസ് മിക്സ്ചറിന് എക്സാമ്പിളായി എഴുതി കൊടുക്കാം. ഇനി ഇവിടെ ഒരു കുട്ടി പറയുന്നത് നോക്കൂ. ഓൾ സൊല്യൂഷൻസ് ആർ മിക്സ്ചേഴ്സ് ബട്ട് നോട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻസ്. എല്ലാ സൊല്യൂഷൻസും എന്താണ്, മിക്സ്ചേഴ്സ് ആണ്. പക്ഷേ എല്ലാ മിക്സ്ചേഴ്സും സൊല്യൂഷൻസ് അല്ല. വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ടു ദ ചൈൽഡ് സ്റ്റേറ്റ്മെന്റ്? റെക്കോർഡ് യുവർ റെസ്പോൺസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ഇൻ യുവർ സയൻസ് ഡയറി. എക്സാമിൻ മോർ സൊല്യൂഷൻസ് ആൻഡ് കൺഫേം വെദർ യുവർ ഫൈൻഡിങ്സ് ആർ കറക്റ്റ്. ഈ കുട്ടി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കറക്റ്റ് ആൻസർ എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. കുട്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഓൾ സൊല്യൂഷൻസ് ആർ മിക്സ്ചേഴ്സ് ബിക്കോസ് ദേ കണ്ടെയ്ൻ 2 or more സബ്സ്റ്റൻസസ് കമ്പൈൻഡ് യൂണിഫോംലി. എല്ലാ സൊല്യൂഷൻസും എന്താണ്, മിക്സ്ചേഴ്സ് ആണ്. കാരണം അതിൽ ഒന്നിലധികം കോമ്പണൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. സൊല്യൂട്ടും സോൾവെൻറ്റും കമ്പൈൻ ചെയ്തിട്ടാണല്ലേ സൊല്യൂഷൻ ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ സൊല്യൂഷൻസും മിക്സ്ചേഴ്സ് ആണ്. ബട്ട് നോട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻ. പക്ഷേ എല്ലാ മിക്സ്ചേഴ്സും സൊല്യൂഷൻസ് അല്ല. ബിക്കോസ് സം മിക്സ്ചേഴ്സ് ലൈക്ക് സാൻഡ് ഇൻ വാട്ടർ ഓർ ഓയിൽ ഇൻ വാട്ടർ ആർ നോട്ട് ഹോമോജീനസ് മിക്സ്ചർ. ഓൺലി ഹോമോജീനസ് മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻസ്. ഇപ്പോൾ നമ്മൾ സാൻഡ്, വെള്ളത്തിൽ കുറച്ച് മണലെടുക്കുക, അതുപോലെ വാട്ടറിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക, അതൊക്കെ എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ ഡിസോൾവ് ആവുന്നില്ല അല്ലേ, എല്ലാ സ്ഥലത്തും ഒരുപോലെ സ്പ്രെഡ് ആവുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് അതെന്താണ്, അതൊന്നും ഹോമോജീനസ് മിക്സ്ചേഴ്സ് അല്ല. ഹോമോജീനസ് മിക്സ്ചേഴ്സ് മാത്രമേ സൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ പരിഗണിക്കുകയുള്ളൂ. മിക്സ്ചേഴ്സ് ഇൻ ഡെയിലി ലൈഫ്. ചെക്ക് ദ മെനു ഓഫ് noon meal in your school. Are in variety of food items included in it? Discuss how much we are using various mixtures in our food for a healthy life. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ഒരു ദിവസത്തെ ഉച്ചഭക്ഷണമൊക്കെ നിങ്ങൾ എടുത്തു നോക്കുക. അതിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടായിരിക്കും അല്ലേ ഉണ്ടായിരിക്കുക. അപ്പോൾ ഉപ്പേരി ആയാലും അല്ലെങ്കിൽ കറിയിലായാലും ഒക്കെ. അപ്പോൾ നമ്മളുടെ ഫുഡിൽ വേരിയസ് ആയിട്ടുള്ള എലമെൻറ്റ്സ്, വ്യത്യസ്ത തരത്തിലുള്ള വസ്തുക്കൾ ഒരുമിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണെന്ത് അതൊരു ഹെൽത്തി ലൈഫിന് തുടക്കം കുറിക്കുന്നത്. യു ഹാവ് ലേൺ ദാറ്റ് ദ എയർ we breathe is a mixture. What are the components in it? Analyze the table. അപ്പോൾ നമ്മൾ നമ്മൾ ശ്വസിക്കുന്ന എയർ ഒരു മിക്സ്ചർ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. അപ്പോൾ എയറിലുള്ള കോമ്പണൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഓരോ ഗ്യാസസ് ഏതൊക്കെയാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി എന്തൊക്കെയാണ്, എത്ര അളവ് വരെ വരുന്നുണ്ടെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, ഫസ്റ്റ് നൈട്രജൻ ആണ്. നൈട്രജൻ ഏകദേശം 78% വരുന്നുണ്ട്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, oxygen 21%, other gases 0.96%. What are the components in air? Compare their quantities. എയറിലുള്ള ഗ്യാസസ് ഏതൊക്കെയാണ്? നൈട്രജൻ ഉണ്ട്, ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ് 78%. പിന്നെ അതിലേറെ കുറവുള്ളത് ഓക്സിജൻ 21%. അതിലും കുറവ് മറ്റ് ഗ്യാസസ് ഒക്കെ കൂടെ 0.96%. അതിലും കുറവ് കാർബൺ ഡൈ ഓക്സൈഡ് 0.04%. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് എയർ ഈസ് എ മിക്സ്ചർ. അപ്പോൾ ഇതിൽ നിന്ന് എയർ ഒരു മിക്സ്ചർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലേ? ഷുഡിൻ ദീസ് കോമ്പണൻസ് ഇൻ എയർ ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ സെയിം ക്വാണ്ടിറ്റി? ഈ എയറിലുള്ള ഈ ഗ്യാസസ് ഒക്കെ അതിൻ്റേതായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും അല്ലേ. ഓരോ കോമ്പണൻസും അതിൻ്റേതായ ക്വാണ്ടിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിച്ച് കോമ്പണൻസ് ഓഫ് എയർ ആർ ബീയിങ് യൂസ്ഡ് ഇൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്? ഇനി റെസ്പിറേഷനും ഫോട്ടോസിന്തസിസിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്? ഓക്സിജൻ ആണ് റെസ്പിറേഷന് യൂസ് ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസിന് കാർബൺ ഡൈ ഓക്സൈഡും യൂസ് ചെയ്യുന്നുണ്ട്. വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ദ ആക്ടിവിറ്റീസ് സച്ച് ആസ് റെസ്പിറേഷൻ ആൻഡ് വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസസ് ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഡിക്രീസസ് ഇൻ എയർ? ഡിസ്കസ്. അങ്ങനെ നമ്മളുടെ എയറിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും മക്കളെ? നമ്മളുടെ ഈ സന്തുലനാവസ്ഥ തന്നെ തകരാറിലാവും അല്ലേ. ഇതിൻ്റെ നമ്മളുടെ നാച്ചുറലിന് ഹാംഫുൾ ആയിട്ട് വരും. അതുപോലെ മനുഷ്യർക്കും ഹാംഫുൾ ആയിട്ട് വരും. ഫോട്ടോസിന്തസിസും വേണ്ട പോലെ നടക്കാതെ വരും. പിന്നെ അതുപോലെ നമ്മളുടെ റെസ്പിറേഷന് വേണ്ട പോലെ ഓക്സിജൻ ഇല്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഒരുപാട് അസുഖങ്ങളും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. The smoke produced by burning plastic contains various toxic substances. If these substances get mixed with air, it will affect the equilibrium of air and can have adverse effects on the health of living beings including humans. നമ്മൾ പ്ലാസ്റ്റിക്കുകളൊക്കെ ബേൺ ചെയ്യുന്ന സമയത്ത് വേരിയസ് ആയിട്ടുള്ള ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് എയറിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്യാസസ്. അത് നമ്മളുടെ എയറിൻ്റെ ഇക്വിലിബ്രിയത്തെ, സന്തുലനാവസ്ഥയെ ബാലൻസിൽ നിന്ന് ഇംബാലൻസ്ഡ് ആക്കുന്നുണ്ട്. അത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. Don't you now understand the need for protecting the equilibrium of elements in the air from human interferences? അതുകൊണ്ട് മനുഷ്യ ഇടപെടലുകളിൽ നിന്ന് എങ്ങനെ വായുവിലുള്ള ഈ ഗ്യാസസിനെയൊക്കെ അതിൻ്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഹൈഡ് ആൻഡ് സീക്ക് ഓഫ് എ സൊല്യൂട്ട്. ഇനി സൊല്യൂട്ടിൻ്റെ ഒളിച്ചുകളി. എന്താ സൊല്യൂട്ട് എന്ന് മക്കൾക്ക് അറിയാമല്ലോ അല്ലേ? ഷുഗർ സൊല്യൂഷൻ ഹാസ് ബോത്ത് വാട്ടർ ആൻഡ് ഷുഗർ, ബട്ട് വി കനോട്ട് സീ ദ ഷുഗർ വൺസ് ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. Why is it so? Where did the sugar disappear? What happened to the sugar? Let's find out. അപ്പോൾ നമ്മളൊരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അതിൽ ഈ വാട്ടറിൽ ഷുഗർ ആഡ് ചെയ്യുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഷുഗർ നമുക്ക് കുറച്ച് നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കഴിഞ്ഞാൽ, ഇളക്കി കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ എവിടെയാണെന്ന് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഷുഗർ എവിടെയാണ് പോയത്, എന്താണ് ഷുഗറിന് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. മെറ്റീരിയൽസ് റിക്വയർഡ്: ലാർജ് പ്ലാസ്റ്റിക് ജാറ്, gravel, green gram, rava. Activity: put the gravel in a plastic jar and shake it well. Using a marker pen, make the level of gravel on the outer surface of the jar. Add some green gram to this and stir the jar. Does the level of gravel rise now?
Write the measurement in the table. Then put some rava in the plastic jar and shake it well. Does the height of the gravel change after this? Record the observation in the table below. നിങ്ങൾ 1 ലിറ്ററിൻ്റെ ഒരു ജാർ എടുക്കുക. എന്നിട്ട് ഈ ജാറിലേക്ക് ആദ്യം കുറച്ച് ഗ്രേവൽ, നമ്മുടെ മെറ്റലില്ലേ, മെറ്റൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഒരു സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ മെഷർ ചെയ്തിട്ട് എഴുതുക. നിങ്ങൾ എത്ര ഇതിൻ്റെ ആണോ എടുക്കുന്നത്, എത്ര മെറ്റലാണോ എടുക്കുന്നത്, അതിനനുസരിച്ച് ഹൈറ്റ് ഡിഫർ ആവും, അത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ഗ്രീൻ ഗ്രാം എടുക്കുക, ചെറുപയർ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക, കുലുക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഹൈറ്റ് എത്രയുണ്ടെന്ന് ഒന്നുകൂടെ എഴുതുക. പിന്നെ റവ എടുക്കുക, റവയും ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കുലുക്കി കൊടുക്കുക. എന്നിട്ടും അതിൻ്റെ ഹൈറ്റ് എത്രയുണ്ടെന്ന് എഴുതുക. അപ്പോൾ അതാണ് നമുക്കിവിടെ ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. ആഫ്റ്റർ ഷേക്കിംഗ് ആൻഡ് പ്രസ്സിങ് ദി ഗ്രേവൽ ഇൻ ദ ജാർ. ഗ്രേവൽ ഇട്ട ശേഷം നമ്മൾ ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ ജാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഞാനൊരു 15 സെൻറ്റിമീറ്റേഴ്സ് ആണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. പിന്നെ ആഫ്റ്റർ ആഡിങ് ദ ഗ്രീൻ ഗ്രാം ഇൻ ദ ജാർ ആൻഡ് ഷേക്കിംഗ് ഇറ്റ്. ഇനി ഗ്രീൻ ഗ്രാം ചേർത്തിട്ട് ഷേക്ക് ചെയ്ത ശേഷം എത്ര ഉണ്ടായിരിക്കും, അപ്പോഴും 15 സെൻറ്റിമീറ്റേഴ്സ് തന്നെയാണ്. ആഫ്റ്റർ ആഡിങ് ദ റവ ഇൻ ദ ജാർ ആൻഡ് ഷേക്ക് ഇറ്റ് വെൽ. റവ ആഡ് ചെയ്തിട്ട് ഷേക്ക് ചെയ്ത ശേഷം എത്ര ഉണ്ട്, അപ്പോഴും 15 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതായത് ഇതിൽ ഹൈറ്റിൽ മാറ്റമൊന്നും വരുന്നില്ല. Does the level of the gravel inside the jar change after adding green gram and rava and shaking them down? Why? നമ്മൾ ഗ്രീൻ ഗ്രാമും റവയും ഇട്ട ശേഷം ഷേക്ക് ചെയ്യുമ്പോൾ ഈ ഗ്രേവലിൻ്റെ ഹൈറ്റിൽ മാറ്റം വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? നോ, ഇല്ല, മാറ്റം വരുന്നില്ല. ദ ലെവൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ലെവൽ സ്ഥിരമായിട്ട് തന്നെ അത് തന്നെ 15 സെൻറ്റിമീറ്റേഴ്സ് തന്നെ, അല്ലെങ്കിൽ എത്രയാണോ കിട്ടിയത് അത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. വെൻ ഗ്രീൻ ഗ്രാം ആൻഡ് റവ ആർ ആഡഡ് ആൻഡ് ഷേക്കൺ ദ സെറ്റിൽ ഇൻ ടു ദ സ്പേസസ് ബിറ്റ്വീൻ ദ ഗ്രേവൽ പീസസ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആഡ് ചെയ്ത ഈ ഗ്രീൻ ഗ്രാമും റവയും ഒക്കെ മെറ്റലിൻ്റെ ഇടയിലുള്ള സ്പേസിലാണ് അത് സ്ഥലം കണ്ടെത്തുന്നത്. അപ്പോൾ കാരണം മെറ്റലിനെക്കാട്ടിലും ചെറിയ സബ്സ്റ്റൻസസ് ആയതുകൊണ്ട് മെറ്റലിൻ്റെ സ്പേസിലാണ് അവയ്ക്ക് വേണ്ട സ്പേസ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ സ്പേസ് വേണ്ടാത്തതുകൊണ്ടാണ് ഹൈറ്റ് കൂടാത്തത്. വേർ ഹാവ് ദ ഗ്രീൻ ഗ്രാം സെറ്റിൽഡ്. ഗ്രീൻ ഗ്രാം എവിടെയാണ് സെറ്റിൽ ആയത്? ബിറ്റ്വീൻ ദ ഗ്രേവൽ പീസസ്, മെറ്റലുകൾക്ക് ഇടയിലാണ്. വേർ ഹാവ് ദ റവ ഗ്രെയിൻ സെറ്റിൽഡ്. റവ എവിടെയാണ് സെറ്റിൽഡ് ആയത്? ഇൻ ദ ടൈനിയർ സ്പേസ് ബിറ്റ്വീൻ ദ ഗ്രേവൽ ആൻഡ് ദ ഗ്രീൻ ഗ്രാം. മെറ്റലിൻ്റെയും ഗ്രേവലിൻ്റെയും അതുപോലെ ഗ്രീൻ ഗ്രാമിൻ്റെയും ഇടയിലുള്ള അതിലും ചെറിയ സ്പേസിലാണ് റവ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. വെൻ റവ ആൻഡ് ഗ്രീൻ ഗ്രാം ആർ ആഡഡ് ടു ദ ഗ്രേവൽ ഇൻ ദ ജാർ ആൻഡ് ഷേക്കൺ വാസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ ടോട്ടൽ സ്പേസ് റിക്വയർഡ് ഫോർ ഓൾ ദ 3? ഈ 3 ഐറ്റംസും കൂടെ നമ്മളിട്ട് ഷേക്ക് ചെയ്ത സമയത്ത് എന്തിനെങ്കിലും ഇതിൽ ഈ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ സ്പേസിന് മാറ്റം വന്നിട്ടുണ്ടോ? നോ, ഇല്ല. ഹൗ ക്യാൻ ഗ്രീൻ ഗ്രാം സ്റ്റേ ലോങ് വിത്ത് ഗ്രേവൽ ആൻഡ് റവ ഗെയിൻ സെറ്റിൽ ഇൻ ബിറ്റ്വീൻ ദ 2? ഡിസ്കസ് ആൻഡ് റെക്കോർഡ് ദ ഇൻ്റർഫറൻസ് ഇൻ ദ സയൻസ് ഡയറി. എങ്ങനെയാണ് ഗ്രീൻ ഗ്രാം ഗ്രേവലിലേക്ക് ഗ്രീൻ ഗ്രാമും റവയും ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പേസിൽ മാറ്റം വരാതെ അത് സ്ഥിരമായിട്ട് തുടരുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, ഞാൻ താഴെ അതിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ട്. ഗ്രീൻ ഗ്രാം സെറ്റിൽസ് ഇൻടു ദ ലാർജർ ഗ്യാപ്സ് ബിറ്റ്വീൻ ഗ്രേവൽ പീസസ് വൈൽ റവ ഗെയിൻസ് the tiny space between both, allowing 3 to fit together without needing extra space. These grains are smaller than the empty space between the gravel pieces. നമ്മൾ ആദ്യം ഗ്രീൻ ഗ്രാം ഇടുമ്പോൾ അത് മെറ്റലിൻ്റെ ഇടയിലുള്ള സ്പേസിലേക്കും പിന്നീട് റവ ഇടുമ്പോൾ മെറ്റലിൻ്റെയും ഗ്രീൻ ഗ്രാമിൻ്റെയും ഇടയിലുള്ള ടൈനി സ്പേസിലേക്കുമാണ് പോകുന്നത്. ഇവയ്ക്ക് സിറ്റുവേറ്റ് ചെയ്യാൻ എക്സ്ട്രാ സ്പേസ് വേണ്ട. കാരണം ബിറ്റ്വീൻ ഗ്രേവൽസ് തമ്മിലുള്ള മെറ്റലുകൾക്ക് ഇടയിലുള്ള സ്പേസിനെക്കാട്ടിലും ചെറിയ സബ്സ്റ്റൻസസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആഡ് ചെയ്ത ഗ്രീൻ ഗ്രാമും റവയും ഒക്കെ ആ മെറ്റലിൻ്റെ സ്പേസിനെക്കാട്ടിലും ചെറിയ സ്പേസാണ്. അതുകൊണ്ടാണ് ഇവയുടെ ഹൈറ്റിന് മാറ്റം വരാത്തത്. ഡസ് ദ സെയിം തിങ് ഹാപ്പൺ വെൻ സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണോ, അല്ലെങ്കിൽ ഇതേ തിയറി തന്നെയാണോ നമ്മളൊരു സബ്സ്റ്റൻസ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഡിസോൾവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്? നോക്കാം. ബൈ ടേസ്റ്റിംഗ് ദ ഷുഗർ സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ ഡിസോൾവിംഗ് ഷുഗർ ഇൻ വാട്ടർ can we understand the presence of sugar in it? Based on the above experiment, explain where the sugar granules in the solution got hidden. Record your inference in your science diary. അപ്പോൾ എന്താണ് മക്കളെ, ഇൻഫറൻസ് നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതി കൊടുക്കണം. എന്ത് ഇൻഫറൻസ് എഴുതേണ്ടത്? നിങ്ങൾ ഒരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അത് വാട്ടറിൽ നമുക്കതിൻ്റെ ടേസ്റ്റ് നല്ലോണം സ്റ്റീർ ചെയ്ത ഷുഗർ സൊല്യൂഷനിൽ ടേസ്റ്റ് നോക്കിയിട്ടാണല്ലേ നമ്മൾ ഷുഗറിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഷുഗർ ഗ്രാനുൾസ് എവിടെയായിരിക്കും പോയിട്ടുണ്ടാവും? ബിറ്റ്വീൻ ദ വാട്ടർ മോളിക്യൂൾസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു വേർഡ് പഠിച്ചു, എന്താണ്? വാട്ടർ മോളിക്യൂൾസ്. അപ്പം എന്താണ് മോളിക്യൂൾ എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചെറിയ മറ്റൊരു കാര്യം കൂടെ പഠിക്കാം. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ.
We cannot directly see the sugar particles in the sugar solution, but the sweetness of sugar is present everywhere in the solution. What is its secret? Let's see how sugar is hiding in water as very small granules. What are the properties of sugar? അപ്പോൾ ഈ ഷുഗർ എവിടെ പോയി എന്ന് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഷുഗറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് മക്കളെ? നമുക്കൊന്ന് എഴുതി കൊടുക്കാം. കളറ് വൈറ്റ് ആണ്, ടേസ്റ്റ് സ്വീറ്റ് ആണ്, സ്റ്റേറ്റ് എന്താണ്? സോളിഡ് ആണ്. ക്രഷ് എ ലിറ്റിൽ ഷുഗർ, കുറച്ച് ഷുഗർ എടുത്തിട്ട് നന്നായിട്ട് പൊടിക്കുക. ടേക്ക് എ സ്മോൾ ഗ്രാനൂൾ ഓഫ് ഇറ്റ് ആൻഡ് എക്സാമിൻ ഡസ് ദിസ് ഗ്രാനൂൾ പോസസ് ഓൾ ദ അബവ് ഫീച്ചേഴ്സ്. എന്നിട്ട് ഈ പൊടിച്ച പഞ്ചസാര തരിയിൽ നിന്ന് ചെറിയൊരു തരി എടുക്കുക. എന്നിട്ട് അതിൻ്റെ നിറം, അതിൻ്റെ കളറ്, അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ സ്റ്റേറ്റ്, ഈ മൂന്ന് നോക്കുമ്പോൾ വല്ല മാറ്റം ഉണ്ടോ? ഇല്ല അല്ലേ? എല്ലാം നമ്മുടെ വലിയൊരു ഷുഗറിൻ്റെ ക്യൂബ് എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഈ ചെറിയ ഗ്രാനൂളും കാണിക്കുന്നുണ്ട്. Pick one of these small granules of sugar with a brush and place it on a slide and observe under a microscope. Doesn't the small granule appear big? Didn't you realize that it could be made even smaller again? Imagine the smaller sugar granule that cannot be seen with an ordinary microscope, yet having all the properties of sugar. What would be the peculiarity of such a particle? ഇനി നിങ്ങൾക്ക് ഈ പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിലേറ്റവും ചെറിയൊരു തരി പഞ്ചസാര നിങ്ങൾ എടുക്കുക. എന്നിട്ടൊരു സ്ലൈഡിൽ വെച്ചിട്ട് അത് മൈക്രോസ്കോപ്പിലൂടെ നിങ്ങളൊന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാം? നമുക്കറിയാം മൈക്രോസ്കോപ്പിലൂടെ എല്ലാ സംഭവങ്ങളും, ഏറ്റവും ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് വലുതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ ഈ ഷുഗറിൻ്റെ ഗ്രാനൂൾ നമുക്ക് കണ്ടുകൊണ്ട് നെയ്ക്കഡ് ഐ കൊണ്ട് കാണുമ്പോൾ വളരെ ചെറുതായി ഷുഗറിൻ്റെ ഗ്രാനൂൾ മൈക്രോസ്കോപ്പിലൂടെ വെക്കുന്ന സമയത്ത് നമുക്ക് വലുതായിട്ട് കാണും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിനെ ഇനിയും നമുക്ക് ടൈനി പാർട്ടിക്കിളാക്കാം, ഇനിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കതിനെ മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ ആ ചെറിയ തരിയെ പോലെ നമ്മൾ വീണ്ടും ക്രഷ് ചെയ്ത് അതിൻ്റെ ഏറ്റവും ചെറിയ തരിയാക്കിയെന്ന് വിചാരിക്കുക. അതായത് പഞ്ചസാരയുടെ ഒരു ഗുണവും അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയും നഷ്ടമാവാത്ത ഏറ്റവും ചെറിയ തരിയായി എന്ന് വിചാരിക്കുക. നമ്മളെടുത്ത് ഈ ഏറ്റവും ചെറിയ തരിക്ക് എന്തുണ്ടാവണം? ഷുഗറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കണം. സ്വീറ്റ്നസ്സും കളറും മാറ്റർ സോളിഡും ഒക്കെ ആവണം. അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടി എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ദാറ്റ് പാർട്ടിക്കിൾ ഷോസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഷുഗർ. ആ പാർട്ടിക്കിൾ ഷുഗറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട്. സച്ച് സ്മോൾ പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾസ്. ഇങ്ങനെയുള്ള ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. All substances are made up of their molecules. A molecule will have all the properties of that substance. ഇങ്ങനെ എല്ലാ സബ്സ്റ്റൻസും ഇതുപോലെ മോളിക്യൂൾസ് കൊണ്ടുണ്ടാക്കിയതാണ്. ഈ മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ആ സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി അത് കാണിക്കുകയും ചെയ്യും. ഇനി നമുക്കിവിടെ തന്നിട്ടുള്ള ഇല്ലസ്ട്രേഷൻ നോക്കൂ. Now you have understood what the molecule of a substance is and how small it is. ഇപ്പോൾ നിങ്ങൾക്ക് മോളിക്യൂളിൻ്റെ ഒരു സബ്സ്റ്റൻസിൻ്റെ മോളിക്യൂൾ എന്താണെന്ന് മനസ്സിലായി, അതുപോലെ അത് എത്ര ചെറുതാണെന്ന് മനസ്സിലായി അല്ലേ? ഇപ്പോൾ മോളിക്യൂൾ എന്താണെന്ന് നോക്കാം ആദ്യം, എന്നിട്ട് നമുക്ക് ഇല്ലസ്ട്രേഷനിലേക്ക് പോവാം കേട്ടോ. മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് ഹാവിങ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഓൾ സബ്സ്റ്റൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്ന ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ ഗ്രെയിനാണ്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ്, സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. എല്ലാ സബ്സ്റ്റൻസസും മോളിക്യൂൾസും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി മോളിക്യൂൾസ് എന്താ മനസ്സിലാവാനായിട്ട് ഒരു ഇലസ്ട്രേഷൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, ഷുഗർ, അത് നമ്മൾ ഷുഗർ എടുത്തു, പൗഡേർഡ് ഷുഗർ ഗ്രാനുൾ, അതിൽ നമ്മൾ ഷുഗർ പൊടിച്ചു. എ പൗഡേർഡ് ഷുഗർ ഗ്രാനുൾ, പൗഡേർഡ് ഗ്രെയിൻ അഗെയിൻ, വീണ്ടും ആ ഗ്രാനുളിനെ നമ്മൾ വീണ്ടും പൗഡറാക്കി. എ വെരി സ്മോൾ ഷുഗർ പൗഡർ വിച്ച് ക്യാൻ ബി സീൻ ഓൺലി ത്രൂ എ മൈക്രോസ്കോപ്പ്, അതിലും ചെറിയ പൗഡറാക്കിയിട്ട് മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ പാകത്തിലാക്കി. വെരി സ്മോൾ ഷുഗർ പൗഡർ വിച്ച് കനോട്ട് ബി സീൻ ഈവൻ ത്രൂ എ മൈക്രോസ്കോപ്പ്, എന്നിട്ട് അതിനെ വീണ്ടും ചെറുതാക്കി, നമുക്കിപ്പോൾ മൈക്രോസ്കോപ്പിലൂടെയും കാണാൻ പറ്റാത്ത അത്രയ്ക്കും ചെറുതാക്കി. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ഷുഗർ, എന്നിട്ട് ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് പാർട്ടിക്കിളാക്കി. ഷോവിങ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, ആ ഷുഗറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്ന, മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ പോലും കാണാൻ കഴിയാത്തത്ര ചെറിയ പാർട്ടിക്കിളാക്കി. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ മുകളിൽ എഴുതിയ ഷുഗറിൽ നിന്ന് ഏറ്റവും താഴെ എഴുതിയ മോളിക്യൂളിലേക്ക് എത്തുമ്പോഴേക്ക് എത്ര മാറ്റം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. Haven't you understood the secret of sugar retaining its sweetness equally everywhere in the solution? Through it is invisible in sugar solution. The sugar molecules in sugar solution spread throughout the water. Now you have understood that the sugar solution is a homogeneous mixture. അപ്പോൾ എന്ത് മനസ്സിലാക്കി? ഈ ഷുഗർ അതിൻ്റെ സ്വീറ്റ്നെസ് എന്തുകൊണ്ടാണ് ഈ സൊല്യൂഷനിൽ എല്ലായിടത്തും കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് എന്താണ് ഹോമോജിനസ് മിക്സ്ചറായിട്ട് ഷുഗർ സൊല്യൂഷൻ മാറുന്നത്. കണാദ
എന്താണ് കനാദ നോക്കാം. കനാദ വാസ് എ ഫിലോസഫർ ആൻഡ് സ്കോളർ ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ. ഹിസ് ബിലീവ്ഡ് ടു ഹാവ് ലിവ്ഡ് ഇൻ 6th or 2nd century BC. കനാദ ബിലീവ്ഡ് ദാറ്റ് ഓൾ മാറ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ് ഇൻഡിവിസിബിൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് കോൾഡ് പരമാണു. അപ്പോൾ കനാദ എന്ന് പറയുന്നത് നമ്മളുടെ പുരാണത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫിലോസഫറും ഫിലോസഫറാണ്. നമ്മളുടെ ഇന്ത്യൻ പുരാണങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഫിലോസഫറാണ്. ഹീസ് ബിലീവ്ഡ് ടു ഏകദേശം BC 2 മുതൽ 6 ഈ നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ കനാദ എന്ത് പറഞ്ഞിട്ടുണ്ട്? എല്ലാ മാറ്ററും എല്ലാ വസ്തുക്കളും നമുക്ക് വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള തിയറി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വീണ്ടും നമ്മൾ മുറിച്ചു മാറ്റാൻ പറ്റാത്ത ആ പാർട്ടിക്കിളിനെ അദ്ദേഹം പരമാണു എന്നാണ് വിളിച്ചത്. നമ്മുടെ മോളിക്യൂൾ എന്താണ്? ഈ പരമാണു തന്നെയാണ് നമ്മൾ എന്ത് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, കനാദ അന്ന് വിശ്വസിച്ചിരുന്ന തിയറി ഇതാണ്. ആ പാർട്ടിക്കിളിനെ അദ്ദേഹം പരമാണു എന്നാണ് നെയിം ചെയ്തിരുന്നത്. Molecules near and far. You know that matter has solid, liquid and gaseous states. How can substances exist in these states? Let's think in terms of molecules. Check the illustration given below to know how the molecules are arranged in solids, liquids and gases around us. Find out how the molecules exist in each state. അപ്പോൾ മോളിക്യൂൾസ് എല്ലാ സോളിഡ്സിനെയും ലിക്വിഡ്സിലും ഗ്യാസസിലും ഒക്കെ എന്താണ് മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലായല്ലോ. ഇനി സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിലും മോളിക്യൂൾസ് എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള പിക്ചറാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നോക്കൂ, സോളിഡ്സിൽ ഒരുപാട് മോളിക്യൂൾസ് അടുത്തടുത്തായിട്ട് വളരെ ടൈറ്റ്ലി പാക്ക്ഡ് ആണ് അല്ലേ. ഇനി ലിക്വിഡ്സിലാകുമ്പോൾ കുറച്ച് അകലെ, കുറച്ച് വിട്ട് അധികം അട്രാക്ഷനൊന്നും ഇല്ലാതെ കുറച്ച് വിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്യാസിൽ എത്തുമ്പോഴേക്കും എന്താണ് മോളിക്യൂൾസ് ഫ്രീലി മൂവ്മെൻറ്റ് കിട്ടാൻ പാകത്തിലാണ് മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, വളരെ അകലത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ ദ മോളിക്യൂൾസ് ദ ക്ലോസസ്റ്റ്? ഏത് സ്റ്റേറ്റിലാണ് മോളിക്യൂൾസ് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്? സോളിഡ് സ്റ്റേറ്റിലാണ്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ ദ മോളിക്യൂൾസ് ദ ഫാർദസ്റ്റ്? ഏത് സ്റ്റേറ്റിലാണ് മോളിക്യൂൾസ് അകലെ സ്ഥിതി ചെയ്യുന്നത്? ഗ്യാസിലാണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. വൈ ഡു സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് വൈൽ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ഡോണ്ട് ഹാവ്? എന്തുകൊണ്ടാണ് സോളിഡ്സിന് ഒരു പ്രത്യേകം ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉള്ളത്, ലിക്വിഡ്സിനും ഗ്യാസസിനും ഷേപ്പ് ഇല്ലാത്തത് എന്ന് ഈ മോളിക്യൂൾസിൻ്റെ ഈ അടുക്കിനെ എന്താ പറയുക കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? യെസ്, എങ്ങനെയാണ്? ഇൻ സോളിഡ് ദ മോളിക്യൂൾസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഈസ് ഹയർ. Solids have a definite shape because their molecules are tightly packed and arranged in a fixed pattern. നമുക്ക് പറയാനായിട്ട് കഴിയും എങ്ങനെയാണ് സോളിഡ്സിൽ മോളിക്യൂൾസൊക്കെ വളരെ അടുത്താണ്, ടൈറ്റായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് അവയ്ക്ക് മൂവ്മെൻറ്റിന് സാധിക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് സോളിഡിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ളതും മൂവ്മെൻറ്റ്സിന് സാധ്യമാകാത്തതും. Haven't you understood how the molecules of a matter exist in all the 3 states? Why are liquids able to flow? How can gases spread fast? Solids cannot flow or spread. Why? Explain this in terms of arrangements of molecules. Record your explanation in the science diary and present. അപ്പോൾ ഈ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ലിക്വിഡ്സിന് എന്തുകൊണ്ടാണ് ഒഴുകാനുള്ള കഴിവുള്ളത്, ഗ്യാസുകൾക്ക് എന്തുകൊണ്ടാണ് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവുള്ളത്, അതുപോലെ സോളിഡ്സിന് എന്തുകൊണ്ടാണ് മൂവ്മെൻറ്റിനുള്ള കഴിവില്ലാത്തത്. എങ്ങനെ പറയാം? ദ മോളിക്യൂൾസ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് മൂവ് ഫ്രീലി. ലിക്വിഡ്സ് ഫ്ലോ ആൻഡ് ടേക്ക് ദ ഷേപ്പ് ഓഫ് ദെയർ കണ്ടെയ്നർ വൈൽ ഗ്യാസസ് സ്പ്രെഡ് ഔട്ട് ടു ഫിൽ ഓൾ അവൈലബിൾ സ്പേസ്. ലിക്വിഡ്സിലും ഗ്യാസിലും ഉള്ള മോളിക്യൂൾസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ലിക്വിഡ്സിന് അതുകൊണ്ട് ചെറിയ രീതിക്കുള്ള മൂവ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് അതിന് ഫ്ലോ ചെയ്യാൻ, ഒഴുകാനായിട്ട് പറ്റുന്നുണ്ട്. ഗ്യാസസിൽ തീരെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല, തീരെ അടുക്കും ചിട്ടയും ഇല്ലാത്ത രീതിയിലാണ് മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. അതുകൊണ്ട് അവയ്ക്ക് എന്ത് ചെയ്യാനും പറ്റുന്നുണ്ട്? ഫ്രീ ആയിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. Atoms. Atoms are smaller particles than molecules. Molecules are made up of atoms. A water molecule is formed by combining 2 hydrogen atoms and 1 oxygen atom. A sugar molecule consists of 12 carbon atoms, 22 hydrogen atoms and 11 oxygen atoms. ഇനി എന്താണ് മക്കളെ ആറ്റം? മോളിക്യൂളിനെ നമ്മൾ വീണ്ടും വിഭജിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മോളിക്യൂളിനെ നമ്മൾ വീണ്ടും കട്ട് ചെയ്യുകയാണെങ്കിൽ അതിലും ചെറിയ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നത്. എല്ലാ മോളിക്യൂൾസും ഓരോ ആറ്റം കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്.
വാട്ടറിൻ്റെ ഒരു ആറ്റത്തിൽ 2 ഹൈഡ്രജൻ ആറ്റവും പിന്നെ വാട്ടറിൻ്റെ ഒരു മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവുമാണുള്ളത്. അതുകൊണ്ടാണ് വാട്ടറിനെ H2O എന്ന് പറയുന്നത്. ഷുഗർ മോളിക്യൂളിൽ 12 കാർബൺ ആറ്റംസും 22 ഹൈഡ്രജൻ ആറ്റംസും 11 ഓക്സിജൻ ആറ്റംസും ഉണ്ട് ഒരു ഷുഗർ മോളിക്യൂളിൽ. ഓക്കെ. Mixture is a combination of more than one substance. So wouldn't there be more than one type of molecule in a mixture? Note the illustration showing the molecules in different substances. ഒരു മിക്സ്ചർ എന്ന് പറയുന്നത് ഒന്നിലധികം മോളിക്യൂൾസ് ചേർന്നതാണ്, അല്ലെങ്കിൽ ഒന്നിലധികം സബ്സ്റ്റൻസസ് ചേർന്നതാണല്ലോ ഒരു മിക്സ്ചർ. അപ്പോൾ ഒന്നിലധികം സബ്സ്റ്റൻസസ് ഉള്ളത് കൊണ്ട് തന്നെ നോട്ട്സ് യൂഷ്വലി എന്തുണ്ടായിരിക്കും, ഒന്നിലധികം മോളിക്യൂൾസും മിക്സ്ചറിലുണ്ടായിരിക്കും. Haven't you observed the illustrations? How many types of molecules are there in substance A? ഇപ്പോൾ ABCD എന്നീ 4 വ്യത്യസ്ത തരത്തിലുള്ള മോളിക്യൂൾസിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. എയിൽ ഏതൊക്കെ ടൈപ്പ് മോളിക്യൂൾസ് ഉണ്ട്? ഓൺലി 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ ഉള്ളൂ അല്ലേ. പിന്നെ വാട്ട് അബൌട്ട് ബിയിൽ എത്ര ടൈപ്പ് മോളിക്യൂൾസ് ഉണ്ട്? 2 kinds ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. കണ്ടോ, ബ്രൗണും ഉണ്ട്, പിന്നെ ഒരു ഗ്രീനിഷും ഉണ്ട് അല്ലേ. വിച്ച് സബ്സ്റ്റൻസസ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്? ഏതൊക്കെയാണ് സബ്സ്റ്റൻസസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്? മിക്സ്ചേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസസ്. ഹിയർ ബി ആൻഡ് സി. മിക്സ്ചേഴ്സ് ആണ് സാധാരണ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവുക. ഇവിടെ ബിയും സിയും ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഉള്ളത്. വിച്ച് സബ്സ്റ്റൻസസ് ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ്. ഏതൊക്കെ സബ്സ്റ്റൻസസിൽ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്? സം സബ്സ്റ്റൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. ദീസ് ആർ പ്യുവർ സബ്സ്റ്റൻസസ്. പ്യുവർ സബ്സ്റ്റൻസസിലാണ് ഒരേ ടൈപ്പ് മോളിക്യൂൾസ് ഉണ്ടാവുക. ഇവിടെ എയും ഡിയുമാണ്. യു ഹാവ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദാറ്റ് മിക്സ്ചേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസസ്. വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് ഇൻ ദ പിക്ചർ? ഈ പിക്ചറിലെ മിക്സ്ചേഴ്സ് ഏതൊക്കെയാണ്? ബിയും സിയും ആണ്. എയും ഡിയും പ്യുവർ സബ്സ്റ്റൻസസും ആണ്. Some substances are made up of same type of molecules. These are pure substances. ചില സബ്സ്റ്റൻസുകൾ ഒരേ തരത്തിലുള്ള മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്നാണ് പറയുക. Some are composed of different types of molecules. Didn't you understand this from the picture? ചിലത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവ എന്താണ്? മിക്സ്ചേഴ്സ് ആണല്ലേ. There are substances around us containing the same type of molecules and those containing different types of molecules. From the above illustrations of substances A, B, C and D, identify pure substance and different. അപ്പോൾ നമ്മൾ എഴുതിയല്ലേ, എയും ഡിയും പ്യുവർ സബ്സ്റ്റൻസും ബിയും സിയും എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസും ആണ്. ഇനി പ്യുവർ സബ്സ്റ്റൻസസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ അവിടെ തന്നിട്ടുണ്ട്. പ്യുവർ സബ്സ്റ്റൻസസ് ആർ സബ്സ്റ്റൻസസ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. മിക്സ്ചേഴ്സ് വിൽ ഹാവ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ഇൻ ദം. നമ്മൾ പറഞ്ഞത് തന്നെയാണല്ലേ. ആർ മിക്സ്ചേഴ്സ് പ്യുവർ സബ്സ്റ്റൻസസ്? വൈ ഡിസ്കസ്. മിക്സ്ചേഴ്സ് പ്യുവർ സബ്സ്റ്റൻസസ് ആണോ? അല്ല അല്ലേ. നോക്കൂ, നോ. മിക്സ്ചേഴ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്. വാട്ടർ വിത്തൗട്ട് എനി ഇംപ്യൂരിറ്റീസ് ഇസ് എ പ്യുവർ സബ്സ്റ്റൻസ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ. മിക്സ്ചേഴ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഉള്ളതുകൊണ്ട് അത് എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് അല്ല. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്യുവർ വാട്ടർ ആണെങ്കിൽ അത് പ്യുവർ സബ്സ്റ്റൻസിൽ പെടും. എന്നാൽ ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉള്ള വാട്ടർ ആണെങ്കിൽ, മഡി വാട്ടർ പോലെയൊക്കെ ആണെങ്കിൽ അത് പ്യുവർ സബ്സ്റ്റൻസസിൽ പെടില്ല. വാട്ടർ വിത്തൗട്ട് എനി ഇംപ്യൂരിറ്റീസ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. വൈ? റെക്കോർഡ് യുവർ ഇൻഫറൻസ് ഇൻ യുവർ സയൻസ് ഡയറി. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ. Which are other pure substances you know? Look at the illustration below. മറ്റ് പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്, നോക്കൂ. അയണും കോപ്പറും കൂടെ മിക്സ് ചെയ്തത്, പിന്നെ കാർബണും, ദെൻ വാട്ടർ, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും കൂടെ മിക്സ് ചെയ്തത്. Classify the following substances as pure substances and mixtures and complete the table appropriately. നമുക്ക് താഴെ കുറച്ച് സബ്സ്റ്റൻസസും അതിൽ മോളിക്യൂൾസ് ഏതൊക്കെയാണെന്നും തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് അത് ആ സബ്സ്റ്റൻസ് പ്യുവർ ആണോ അതോ മിക്സ്ചർ ആണോ എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് പോറിഡ്ജ് ആണ്. പോറിഡ്ജ് അതിൽ വാട്ടറും സാൾട്ടും മറ്റ് സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അതൊരു മിക്സ്ചർ ആണ്. ദെൻ പെൻസിൽ ഗ്രാഫൈറ്റിൽ ഗ്രാഫൈറ്റ് മാത്രമുള്ളൂ, അതുകൊണ്ട് അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഷുഗറിൽ ഷുഗർ മോളിക്യൂൾസ് മാത്രമുള്ളൂ, അതുകൊണ്ട് അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. സോഡ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ട്, അതുകൊണ്ട് അതൊരു മിക്സ്ചറാണ്. ബട്ടർ മിൽക്കിൽ വാട്ടറും സാൾട്ടും മറ്റ് സബ്സ്റ്റൻസസും ഉണ്ട്, അതുകൊണ്ട് അതൊരു മിക്സ്ചറാണ്. ദെൻ പ്യുവർ വാട്ടറിൽ വാട്ടർ മാത്രമേ ഉള്ളൂ, വാട്ടർ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഗോൾഡ് ജുവൽസിൽ ഗോൾഡും സിൽവറും കോപ്പറും ഒക്കെ കൂടെ മിക്സ് ചെയ്ത മോളിക്യൂൾസ് ഉണ്ട്, അതുകൊണ്ട് അത് മിക്സ്ചറാണ്. അവസാനം പ്യുവർ ഗോൾഡിൽ ഗോൾഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഈസ് പ്യുവർ കോക്കനട്ട് ഓയിൽ എ പ്യുവർ സബ്സ്റ്റൻസ്? ഇനി നമ്മൾ പ്യുവർ കോക്കനട്ട് ഓയിൽ
എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ, ശുദ്ധമായ വെളിച്ചെണ്ണ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും പ്യുവർ സബ്സ്റ്റൻസസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. യു മൈറ്റ് ഹാവ് സീൻ അഡ്വർടൈസ്മെൻറ്റ്സ് ഓഫ് പ്യുവർ കോക്കനട്ട് ഓയിൽ, പ്യുവർ മിൽക്ക്, പ്യുവർ ഗീ എക്സെട്ര. But the word pure used in science does not mean the same as in advertisements. In the markets, pure coconut oil means that it doesn't contain any other oils or components. Scientifically, coconut is a homogeneous mixture of molecules of many components. നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ പ്യുവർ കോക്കനട്ട് ഓയിൽ, പ്യുവർ ഗീ, പ്യുവർ മിൽക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് സയൻറ്റിഫിക്കലി എന്താണ്, നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് പറയാൻ പറ്റില്ല. അഡ്വർടൈസ്മെൻറ്റിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൽ മറ്റ് ഓയിലിൻ്റെ മിക്സോ അല്ലെങ്കിൽ മറ്റ് മിൽക്കിൻ്റെ മിക്സോ ഒന്നും ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സയൻറ്റിഫിക്കലി കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹോമോജീനസ് മിക്സ്ചർ ആണ്. അതുകൊണ്ട് അതിൽ ഒരുപാട് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അതുകൊണ്ട് അതൊരു പ്യുവർ സബ്സ്റ്റൻസ് അല്ല. You have understood the difference between pure substances and mixtures. Find more examples for each category and complete the table. ഇപ്പം നിങ്ങൾക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്താണ്, മിക്സ്ചേഴ്സ് എന്താണ് എന്നുള്ളൊരു ധാരണ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി അതിനോരോന്നിനും എക്സാമ്പിൾസ് എഴുതി കൊടുക്കണം. നമുക്കിവിടെ പ്യുവർ സബ്സ്റ്റൻസ് പിന്നെ മിക്സ്ചേഴ്സിൻ്റെ തന്നെ ഹോമോജനസ് മിക്സ്ചറും ഹെറ്ററോജനസ് മിക്സ്ചറിനും എക്സാമ്പിൾ എഴുതണം. നോക്കൂ, ആദ്യം ഞാൻ പ്യുവർ സബ്സ്റ്റൻസസിന് എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത് ഓക്സിജൻ, ഗോൾഡ്, അയൺ, വാട്ടർ, സോഡിയം ക്ലോറൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവയാണ്. ഇനി ഹോമോജനസ് മിക്സ്ചറിന് എക്സാമ്പിൾ കൊടുക്കുന്നത് സാൾട്ട് സൊല്യൂഷൻ, വിനെഗർ, എയർ, ബ്രാസ്, ഷുഗർ സൊല്യൂഷൻ തുടങ്ങിയവയാണ്. പിന്നെ ഹെറ്ററോജിനസ് മിക്സ്ചറിന് എക്സാമ്പിൾ കൊടുക്കുന്നത് സലാഡ്, സാൻഡ് ആൻഡ് അയൺ ഫില്ലിങ്സ്, ഓയിൽ ആൻഡ് വാട്ടർ, സെറിലിൻ മിൽക്ക് തുടങ്ങിയവയാണ്. Separating mixtures. Mixtures are the combination of more than one substance. Notice the following mixture. How can we separate the components from these mixtures? Discuss. നമുക്ക് താഴെ 2 മിക്സ്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒന്ന് റൈസ് മിക്സഡ് വിത്ത് സ്റ്റോൺസ്, അതായത് നമ്മുടെ അരിയും കല്ലും എല്ലാം കൂടെ മിക്സ് ആയത്. അതിൽ നിന്ന് നമ്മൾ എങ്ങനെ അരിയെ വേർതിരിക്കുന്നത്, നമുക്ക് ബൈ ഹാൻഡ്, കൈകൊണ്ട് പെറുക്കിയെടുക്കാം അല്ലേ, കല്ല് പെറുക്കി മാറ്റാം. രണ്ടാമത്തെ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് അയൺ പൗഡറാണ്. മണലും അയൺ തരികളും കൂടെ, അയൺ പൗഡറും കൂടെ മിക്സ് ആയതാണ്. അത് നമുക്കൊരു മാഗ്നറ്റ് ഉപയോഗിച്ച് അതിൽ നിന്ന് അയൺ ഫില്ലിങ്സ് മാറ്റിയിട്ട് രണ്ടിനെയും വേർതിരിച്ച് മാറ്റാവുന്നതാണ്. Which are the components of these two mixtures? ഈ 2 മിക്സ്ചേഴ്സ് എന്തൊക്കെ കോമ്പോണൻസ് ആണ്, റൈസും സ്റ്റോണും ആൻഡ് സാൻഡ് ആൻഡ് അയൺ പൗഡർ. Examine the following questions. Do rice and stone have same color? Do they have same shape and size? റൈസിനും സ്റ്റോണിനും, അതായത് അരിക്കും കല്ലിനും ഒരേ നിറവും ഒരേ വലുപ്പവും ഒരേ ഷേപ്പും ഒക്കെയാണ് ഉള്ളത്. No. Rice and stone have different color, shape and size. The components of which of these mixtures can be separated by hand? നമ്മളുടെ സാൻഡും അയൺ ഫില്ലിങ്സും ഉള്ളതാണോ അതോ റൈസും സ്റ്റോണും ഉള്ളതാണോ നമുക്ക് കൈകൊണ്ട് മിക്സ്ചേഴ്സിനെ മാറ്റാനായിട്ട് പറ്റുന്നത്, കോമ്പോണൻസിനെ വേർതിരിക്കാൻ പറ്റുന്നത്? റൈസ് മിക്സഡ് വിത്ത് സ്റ്റോൺസ് ആണല്ലേ. കാരണം മണലും അയൺ തരികളും നമുക്ക് മാറ്റാൻ പറ്റില്ല. അരിയിലുള്ള കല്ല് നമുക്ക് കൈകൊണ്ട് പെറുക്കി മാറ്റാം. If the stones have the same size and color that of rice, would it be possible to separate them by hand? No. അരിക്കും കല്ലിനും ഒരേ നിറവും ആകൃതിയും വലുപ്പമൊക്കെ ആണെങ്കിൽ അതിനെ കൈകൊണ്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇല്ല. It is not possible. പോസിബിൾ അല്ല. Can iron dust be separated from sand? Can iron powder be separated from sand by making use of any other property of iron powder? അയൺ ഡസ്റ്റും അയൺ പൗഡറും ഒക്കെ നമുക്ക് കൈകൊണ്ട്, മണലിലുള്ള അയൺ പൗഡറൊക്കെ നമുക്ക് കൈകൊണ്ട് മാറ്റാനായിട്ട് പറ്റുമോ? എന്തുകൊണ്ട്? യെസ്, അയൺ പൗഡർ ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് യൂസിങ് എ മാഗ്നറ്റ് അയൺ. അയൺ ഈസ് മാഗ്നറ്റ് ആൻഡ് സാൻഡ് ഈസ് നോട്ട്. ഒരു മാഗ്നറ്റ് വെച്ചിട്ട് നമുക്ക് അത് സെപ്പറേറ്റ് ചെയ്യാം. കാരണം മാഗ്നറ്റ് വെച്ചിട്ട് നമ്മൾ അതിൽ വെക്കുന്ന സമയത്ത് അയൺ ഫില്ലിങ്സോ അല്ലെങ്കിൽ അയർ പൗഡറും ഒക്കെ എന്താവും, ഈ മാഗ്നറ്റിൽ അട്രാക്റ്റ് ആവും. അതുകൊണ്ട് നമുക്ക് സാൻഡും അയണും വേറെ ആയിട്ട് വേർതിരിക്കാം. Which properties of the components do we make use of in these 2 methods of separation? Record your findings in the science diary. ഈ 2 മെത്തേഡ്സിലും നിങ്ങളുടെ എന്താണ് പ്രോപ്പർട്ടീസ് ആണ് ഇതിന് സെപ്പറേഷൻ യൂസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റൈസും സ്റ്റോണും നമ്മൾ വേർതിരിക്കുന്ന സമയത്ത് അതിൽ മെറ്റീരിയൽസിൻ്റെ സൈസ്, ഷേപ്പ്, കളറ്, ഈ പ്രോപ്പർട്ടീസാണ് യൂസ് ചെയ്തത്. സാൻഡിൽ നിന്ന് അയൺ ഫില്ലിങ്സ് വേർതിരിക്കുന്ന സമയത്ത് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്. Find out more instances of separating components in the same way and list them in the table below. ഇനി ഈ 2 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് നമ്മൾ മറ്റ് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെപ്പറേഷൻസ് വേറെ ഏതിലൊക്കെ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് പിക്കിംഗ് അപ്പ്, പെറുക്കിയെടുത്ത് മാറ്റാവുന്നതിന് എക്സാമ്പിൾസാണ് സ്റ്റോൺ ഫ്രം റൈസ് ഓർ പൾസസ്. നമ്മളുടെ പയറുവർഗ്ഗങ്ങളിൽ നിന്ന്, ചെറുപയറിൽ, കടലയിലൊക്കെ ഉണ്ടാവില്ലേ കല്ലുകൾ, അത് നമുക്ക് എടുത്തു മാറ്റാം. ലീവ്സ് ഫ്രം ഡ്രൈ ഗ്രാസ്, പിന്നെ ലാർജ് പീസസ് ഓഫ് പ്ലാസ്റ്റിക് ഫ്രം സോയിൽ, ബ്രോക്കൺ ഗ്ലാസ് പീസസ് ഫ്രം സാൻഡ്,
നെക്സ്റ്റ് സെപ്പറേഷൻ യൂസിങ് മാഗ്നറ്റ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ് അയൺ ഫില്ലിങ്സ് ഫ്രം സാൻഡ്, അയൺ പിൻസ് ഫ്രം സോഡസ്റ്റ്, അയൺ നെയിൽസ് ഫ്രം എ മിക്സ്ചർ ഓഫ് നെയിൽസ് ആൻഡ് പ്ലാസ്റ്റിക്, അയൺ പൗഡർ ഫ്രം സോൾട്ട്. You have learned that the properties of the components are made use of in the process of their separation. Discuss the different types of separation used in the following situations. Examine the properties of the components utilized in each situation. നമുക്ക് താഴെ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഈ ഓരോ സിറ്റുവേഷൻസിലും നിങ്ങൾ എന്താ പറയുക, സെപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ, ഹൗ ഡു വി സെപ്പറേറ്റ് ടീ ഡസ്റ്റ് ഫ്രം ടീ? ചായയിൽ നിന്ന് ചായപ്പൊടി നമ്മൾ വേർതിരിക്കുന്നത് എങ്ങനെയാണ്? ബൈ ഫിൽട്രേഷൻ യൂസിങ് എ സ്ട്രെയിനർ. ഒരു സ്ട്രെയിനർ വെച്ചിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യുകയാണ്, അരിപ്പ വെച്ചിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഹൗ ആർ സ്മോൾ സ്റ്റോൺസ് റിമൂവ്ഡ് ഫ്രം റൈസ് വൈൽ വാഷിംഗ് ഇറ്റ് ബിഫോർ കുക്കിംഗ്? അരി പാകം ചെയ്യുന്നതിന് മുന്നേ കഴുകുന്ന സമയത്ത് നമ്മൾ അതിലുള്ള കല്ലുകൾ എങ്ങനെയാണ്? വൈൽ വാഷിംഗ് റൈസ് ബിഫോർ കുക്കിംഗ് ദ ഡെൻസർ സ്റ്റോൺസ് സിങ്ക് ടു ദ ബോട്ടം ഓഫ് ദ ബൗൾ. ഇതിൽ നല്ല വലിയ കല്ലുകളൊക്കെ എന്താവും, നമ്മളുടെ ഈ ബൗളിന് താഴെ അടിഞ്ഞുകൂടും, എന്നിട്ട് അതിൽ നമ്മൾ മാറ്റുകയാണ് ചെയ്യാറ്. അതല്ല എന്നുണ്ടെങ്കിൽ കഴുകുന്നതിന് മുന്നേറ്റ് നമുക്ക് കൈകൊണ്ട് പെറുക്കി മാറ്റിയാലും മതി. വിച്ച് ആർ ദ വേസ് ബൈ വിച്ച് മഡി വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ്? ഇനി ഒരു ചെളിവെള്ളം നമുക്ക് എങ്ങനെ പ്യൂരിഫൈ ചെയ്യാം? ബൈ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ. അതും ഫിൽട്രേഷൻ വഴിയാണ് നമ്മൾ ചെയ്യാറ്. ഹൗ ആർ ഗ്രേവൽ ആൻഡ് അതർ വേസ്റ്റ് മെറ്റീരിയൽ സെപ്പറേറ്റഡ് ഫ്രം ദ സാൻഡ് യൂസിങ് ഫോർ കൺസ്ട്രക്ഷൻ വർക്ക്? ഇനി മണൽ തരിക്കും, നമ്മുടെ കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള മെറ്റലും മണലൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യാറ്? സാൻഡൊക്കെ എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യാറ്? ബൈ സീവിങ്, അല്ലേ, തരിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ദർ ആർ ഈവൻ മോർ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ. ഒബ്സർവ് ദ പിക്ചേഴ്സ്. ഇത് കൂടാതെയും വേറെയും ചില സെപ്പറേഷൻ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. നോക്കൂ, സെപ്പറേറ്റിംഗ് സോൾട്ട് ഫ്രം സീ വാട്ടർ കളക്റ്റഡ് ഇൻ ദ സോൾട്ട് ഫീൽഡ്. ഉപ്പുപാടങ്ങളിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത് നോക്കൂ. പിന്നെ സെപ്പറേറ്റിംഗ് അയൺ പൗഡർ ഫ്രം സാൻഡ്, പിന്നെ മണലിൽ നിന്ന് അയൺ പൗഡർ വേർതിരിക്കുന്നതാണ് സെക്കൻഡ് തന്നിട്ടുള്ളത്. ദെൻ സെപ്പറേറ്റിംഗ് ദ ഷഫ് ഫ്രം പാഡിയിൽ നിന്ന്, നമ്മൾ നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നത്. സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ്, എന്താണ് തൈരിൽ നിന്ന് നമ്മളുടെ വെണ്ണ വേർതിരിച്ചെടുക്കുന്നത്. അനലൈസ് ഈച്ച് ഇമേജ് യൂസിങ് ദ ഫോളോയിങ് ക്ലൂസ്. ഫൈൻഡ് ദ മെത്തേഡ്സ് ഫോർ സെപ്പറേറ്റിംഗ് ദ കോമ്പണൻസ്, ടാബുലേറ്റ് ദം. ഇതിൽ നിന്ന് നമ്മൾ ഓരോ മെത്തേഡ്സും ഓരോന്നിലും ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള മെത്തേഡ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ നോക്കൂ. ടേബിളിൽ നമുക്ക് സിറ്റുവേഷനും മെത്തേഡ് ഓഫ് സെപ്പറേഷനും ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് സിറ്റുവേഷൻ നോക്കൂ. സോൾട്ട് ഈസ് സെപ്പറേറ്റഡ് ഫ്രം സീ വാട്ടർ കളക്റ്റഡ് ഇൻ സോൾട്ട് ഫീൽഡ്. ഉപ്പുപാടങ്ങളിൽ നിന്ന് നമ്മൾ ശേഖരിച്ച കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത് ബൈ ഇവാപ്പറേഷൻ ആണ്, ബാഷ്പീകരണം എന്ന് പറയും. ഇവാപ്പറേഷൻ വഴിയാണ് നമ്മൾ സോൾട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ബട്ടർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം കേർഡ്, സെൻട്രിഫ്യൂഗേഷൻ ആണ്. അതായത് നമ്മൾ കടയൽ മെത്തേഡില്ലേ, കടയുന്ന രീതിയില്ലേ, അതിനാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയാം. ദെൻ അയൺ പൗഡർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് ബൈ മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. പാഡി ആൻഡ് ഷഫ് ആർ സെപ്പറേറ്റഡ് വിനോയിങ് ആണ്, നമ്മൾ ചേറിയിട്ടാണ് വേർതിരിക്കുക. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 1 ഫ്രം ദ ടേബിൾ ഐഡൻറ്റിഫൈ ദ കോൺടെക്സ്റ്റ് ദാറ്റ് യൂട്ടിലൈസസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഫോർ ദ സെപ്പറേഷൻ ഓഫ് ഡിസോൾവ്ഡ് കോമ്പണൻറ്റ്. ഒരു കോമ്പണൻറ്റ് ഡിസോൾവ് ആയിട്ടുണ്ട്, അതിലെ സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് കൊണ്ട്, അതായത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് കൊണ്ട്, അതായത് ഇപ്പോൾ നമ്മളുടെ ലിക്വിഡ് വേപ്പർ ആവുക, അല്ലെങ്കിൽ ലിക്വിഡ് ഗ്യാസ് ആവുക, അല്ലെങ്കിൽ സോളിഡ് ലിക്വിഡ് ആവുക, സോളിഡ് ഗ്യാസ് ആവുക, അതിനാണ് നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുക. അങ്ങനെ മാറുന്നത് കൊണ്ട് കോമ്പണൻസ് സെപ്പറേറ്റ് ആവുന്ന സന്ദർഭം ഏതാണ്? നമ്മളുടെ സോൾട്ട് സെപ്പറേഷൻ ആണല്ലേ, അത് ഇവാപ്പറേഷൻ വഴിയല്ലേ ആവുന്നത്. സോ സെപ്പറേറ്റിംഗ് സോൾട്ട് ഫ്രം സീ വാട്ടർ കളക്റ്റഡ് ഇൻ ദ സോൾട്ട് ഫീൽഡ് ആണ് ആൻസർ. ക്വസ്റ്റ്യൻ 2 ഹൗ ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്? തൈരിൽ നിന്ന് നമ്മൾ ബട്ടർ സെപ്പറേറ്റ് ചെയ്യുന്നത് മറ്റുള്ള സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തപ്പെടുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. വെൻ ദ കേർഡ് ഈസ് വേൾഡ് due to the strong rotational force, the lighter butterfat particles are separated from the curd. നമ്മൾ പറഞ്ഞു അത് സെൻട്രിഫ്യൂഗേഷൻ എന്നുള്ള പ്രോസസ്സ് വഴിയാണ് നടക്കുന്നത്. കടയൽ പ്രക്രിയയാണ്. അപ്പോൾ കടയൽ എന്ന് പറയുമ്പോൾ റൊട്ടേഷണൽ മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. നമുക്കറിയാം കടയുന്നത് അങ്ങനെയല്ലേ, റൊട്ടേഷണൽ മൂവ്മെൻ്റ് അല്ലേ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ട്രോങ് റൊട്ടേഷണൽ മൂവ്മെൻറ്റ് കൊണ്ട് എന്താവുന്നു, ബട്ടർ ഫാറ്റ് താഴെ അടിയുകയാണ് ചെയ്യുന്നത്. Question 3. Which situation makes use of the magnetic property of the component for separation? ഇനി സെപ്പറേഷന് വേണ്ടിയിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണ്? സെപ്പറേറ്റിംഗ് അയൺ പൗഡർ ഫ്രം സാൻഡ് ആണ്. Question 4. Which property is used to separate chaff from paddy? നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്ന പ്രോസസ്സിന് നമ്മൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? സെപ്പറേറ്റിംഗ്
by using the differences in the weight of paddy and chaff. അതിൽ നെല്ലിൻ്റെയും പതിരിൻ്റെയും ഭാര വ്യത്യാസം കൊണ്ടാണ് നമ്മൾ അതിന് സെപ്പറേഷന് കഴിയുന്നത്. അതായത് നെല്ലിനേക്കാട്ടിലും വെയിറ്റ് കുറവാണ് പതിരിന്. അതുകൊണ്ട് നമ്മൾ ചേറുന്ന സമയത്ത് എന്താവുന്നു, കാറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് പതിര് സെപ്പറേറ്റ് ആയിട്ട് നെല്ല് നമുക്ക് താഴെ അടിഞ്ഞുകൂടുന്നത് പോലെ നമുക്ക് നെല്ല് മാത്രമായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓൾസോ വേരീസ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ കോമ്പണൻസ്. എക്സ്പ്ലോർ ആൻഡ് ഫൈൻഡ് ഔട്ട് മോർ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ വി യൂസ് ഇൻ അവർ ഡെയിലി ലൈഫ്. അപ്പോൾ ഓരോ സംഭവത്തിൻ്റെയും ഓരോ കോമ്പണൻസിൻ്റെയും നേച്ചറിനനുസരിച്ച് സെപ്പറേഷൻ മെത്തേഡ് മാറും എന്ന് മനസ്സിലായല്ലോ മക്കളെ. പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ് വിത്തിൻ ദ ബോഡി. ഇനി നമ്മുടെ ബോഡിക്കുള്ളിൽ നിന്നും എലിമിനേഷൻ നടക്കുന്നുണ്ട്. അതായത് ചില എലമെൻറ്റ്സ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതെങ്ങനെയെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ചെറിയൊരു ആർട്ടിക്കിൾ. കിഡ്നീസ് ആർ ഫിൽറ്റേഴ്സ് ദാറ്റ് സെപ്പറേറ്റ് വേസ്റ്റ് ഫ്രം ബ്ലഡ്. Our body has about 5 times of blood. This blood is subjected to constant filtration by our kidneys. This is a natural process of separation in the body. If kidneys fail, this filtering process gets slowed down and the patient becomes critically ill. Such patients are assisted through an artificial filtering process called dialysis. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സെപ്പറേറ്റിംഗ് ഓർഗനാണ് എന്ത്, കിഡ്നി എന്ന് പറയുന്നത്. പ്യൂരിഫൈയിങ് ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നത്. കിഡ്നിയിലൂടെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന സമയത്ത് എന്താവുന്നു, കിഡ്നി അതിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ അരിച്ചു മാറ്റി ഫിൽട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകളിൽ ഇത്തരത്തിൽ കിഡ്നിക്ക് തകരാറുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസ് പതുക്കെ അവർ ഇല്ലാവും, അവർക്ക് വയ്യാതാവുകയും അവരുടെ ഈ ഫിൽറ്ററിങ് പ്രോസസ്സ് തകരാറിലാവുകയും ചെയ്യും. അപ്പോൾ അവർക്ക് ഈ ഫിൽട്രേഷൻ നടത്തുന്നത് ആർട്ടിഫിഷ്യൽ ഫിൽട്രേഷൻ ആയിരിക്കും. അതാണ് ഡയാലിസിസ് എന്നറിയപ്പെടുന്നത്. Having you understood that we use pure substances and mixtures in many situations in our day-to-day life, why should we understand the properties and use of mixtures and pure substances? Isn't it useful for us to lead our daily life in a better way? Besides, we should be able to make new substances when needed and also make use of the different methods of separation. You will learn more about pure substances and mixtures in higher classes. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ പ്യുവർ സബ്സ്റ്റൻസസിൻ്റെയും മിക്സ്ചേഴ്സസിൻ്റെയും സിറ്റുവേഷൻസ് ഒരുപാടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രണ്ടിൻ്റെയും ആവശ്യകതയും നമ്മളുടെ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ളത് തന്നെയാണല്ലേ. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസിനെ കുറിച്ചും മിക്സ്ചേഴ്സിനെ കുറിച്ചും കൂടുതലായിട്ട് നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. അതുപോലെ തന്നെ സെപ്പറേഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സും നിങ്ങൾ ശേഷം പഠിക്കും. ഇനി നമുക്ക് ലെറ്റസ് എസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1. എ ഡ്രിങ്ക് ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് സോൾട്ട് ആൻഡ് ഷുഗർ ടു സോഡ വാട്ടർ. സോൾട്ടും ഷുഗറും സോഡ വാട്ടറിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു ഡ്രിങ്ക് കുടിക്കാനുണ്ടാക്കി. ക്വസ്റ്റ്യൻ എ. വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് ദിസ് മിക്സ്ചർ. ഈ മിക്സ്ചറിലെ കോമ്പണൻസ് എന്തൊക്കെയാണ്? വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ് നമ്മളുടെ സോഡ വാട്ടറിലെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ കോമ്പണൻസ്. അതുകൂടാതെ സോൾട്ടും ഷുഗറും ഉണ്ടല്ലേ. ക്വസ്റ്റ്യൻ ബി. ഈസ് ദിസ് ഡ്രിങ്ക് എ ഹോമോജിനസ് ഓർ ഹെറ്ററോജിനസ് മിക്സ്ചർ. ഈ ഡ്രിങ്ക് ഹോമോജിനസ് ആണോ ഹെറ്ററോജിനസ് ആണോ? ഹോമോജിനസ് മിക്സ്ചറാണ്. കാരണം അതിൻ്റെ എല്ലാ പാർട്ടിലും എലമെൻസിൻ്റെ ടേസ്റ്റും ക്യാരക്ടറിസ്റ്റിക്സും പ്രോപ്പർട്ടീസും ഒക്കെ സെയിം ആണ്. Question 2. 1 spoon of salt is added to a glass of water. There is undissolved salt in the glass. What should be done to make it a homogeneous mixture? ഒരു ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂൺ സോൾട്ട് ചേർത്തു. അതിൽ കുറച്ച് ഭാഗത്തൊന്നും എന്തായിട്ടില്ല, സോൾട്ട് ശരിക്കും ഡിസോൾവ് ആയിട്ടില്ല. അൺഡിസോൾവ് ആയിട്ട് ഗ്ലാസ്സിന് താഴെ സോൾട്ട് ഉണ്ട്. അതിനെ ഹോമോജനസ് മിക്സ്ചർ ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റിർ ദ മിക്സർ thoroughly. ആ മിക്സ്ചർ എന്ത് ചെയ്യുക, നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. Question 3. Examine the following statements about iron, brass, gold ornament, bronze, carbon dioxide and aluminum. Tick the correct ones among this. നമുക്ക് താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഈ തന്നിരിക്കുന്ന വസ്തുക്കളുടെ, അതായത് അയൺ, ബ്രാസ്, ഗോൾഡ് ഓർണമെൻറ്റ്, ബ്രോൺസ്, കാർബൺ ഡയോക്സൈഡ്, അലുമിനിയം തുടങ്ങിയവയെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ടിക്ക് അടയാളം ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് എ. ഓൾ ദീസ് ആർ നോട്ട് പ്യുവർ സബ്സ്റ്റൻസസ്. അത് ശരിയാണല്ലേ. ഈ എലമെൻറ്റ്സ് എല്ലാം എന്തല്ല, പ്യുവർ സബ്സ്റ്റൻസസ് അല്ല. ഗോൾഡ് ഓർണമെൻ്റ് ഒന്നും പ്യുവർ സബ്സ്റ്റൻസ് അല്ല, മിക്സ്ചറാണ്. ബി. ബ്രാസ്, അയൺ ആൻഡ് ബ്രോൺസ് ആർ മെറ്റാലിക് മിക്സ്ചേഴ്സ്. അത് തെറ്റാണ്, ഇതെല്ലാം മെറ്റാലിക് മിക്സ്ചേഴ്സ് അല്ല. സി. ഗോൾഡ് ഓർണമെൻറ്റ് ഈസ് എ മിക്സ്ചർ. അത് ശരിയാണ്, ഗോൾഡ് ഓർണമെൻറ്റ് ഒരു മിക്സ്ചറാണ്. ഡി. കാർബൺ ഡയോക്സൈഡ് ആൻഡ് അലൂമിനിയം ആർ പ്യുവർ സബ്സ്റ്റൻസസ്. കാർബൺ ഡയോക്സൈഡും അലൂമിനിയവും പ്യുവർ സബ്സ്റ്റൻസസ് ആണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്